ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ സമയത്തിലൂടെ ഒരുപാട് പിന്നോട്ട് സഞ്ചരിക്കുകയാണ്. ഇന്നത്തെ ലോകത്തിൻ്റെ വർണ്ണങ്ങളും ബഹളങ്ങളും ഉപേക്ഷിച്ച് നമ്മൾ പോകുന്നത് ഏകദേശം 2500 വർഷങ്ങൾക്ക് മുൻപുള്ള പുരാതന ഗ്രീസിലേക്കാണ്. പക്ഷേ നമ്മൾ പോകുന്നത് ഏഥൻസിലെ ജനാധിപത്യത്തിൻ്റെയോ തത്വചിന്തയുടെയോ വഴികളിലൂടെ അല്ല, മറിച്ച് കുന്നുകളാൽ ചുറ്റപ്പെട്ട, പുറം ലോകത്തു നിന്ന് ഏതാണ്ട് ഒറ്റപ്പെട്ട ഒരു താഴ്വരയിലേക്കാണ്. അവിടെ ഓരോ പുരുഷനും ഒരു യോദ്ധാവായിരുന്നു. ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് രാഷ്ട്രത്തിനു വേണ്ടിയായിരുന്നു. അവിടെ നിയമങ്ങൾ ഉരുക്കുപോലെ കഠിനമായിരുന്നു. ജീവിതം ഒരു നിരന്തരമായ പരിശീലനമായിരുന്നു. അച്ചടക്കവും ത്യാഗവും കൊണ്ട് ലോകം കണ്ട ഏറ്റവും മികച്ച പോരാളികളെ വാർത്തെടുത്ത ആ ഉരുക്ക് നഗരത്തിൻ്റെ കഥ കേൾക്കാൻ ശാന്തമായ മനസ്സോടെ തയ്യാറാകൂ. ഇന്ന് രാത്രി നമ്മൾ സ്പാർട്ടയുടെ ചരിത്രത്തിലേക്ക് സാവധാനം നടന്നു നീങ്ങുകയാണ്. ഒരു നിമിഷം ഈ കഥയുടെ ആഴങ്ങളിലേക്ക് തിരികെ പോകും മുൻപ് 2 കാര്യങ്ങൾ ഞാൻ പങ്കുവെച്ചുകൊള്ളട്ടെ. നിങ്ങൾ എവിടെയിരുന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്നറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ശാന്തമായ ഒരു രാത്രിയിലാവാം, അല്ലെങ്കിൽ തിരക്കിട്ട ഒരു പ്രവാസ ജീവിതത്തിനിടയിലെ ഒരു ഇടവേളയിലാവാം. നിങ്ങൾ എവിടെയാണെന്നും ഇപ്പോഴത്തെ സമയം എത്രയാണെന്നും ഒരു കമൻ്റായി രേഖപ്പെടുത്താമോ? നമ്മുടെ ഈ കഥകൾ എവിടെയൊക്കെയാണ് എത്തുന്നതെന്നറിയാനുള്ള ഒരു ചെറിയ ആഗ്രഹം. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങാം. നമ്മുടെ കഥ തുടങ്ങുന്നത് പുരാതന ഗ്രീസിലാണ്. എന്നാൽ നമ്മൾ കേട്ടുപരിചയിച്ച ജനാധിപത്യത്തിൻ്റെയും തത്വചിന്തയുടെയും കലയുടെയും കേന്ദ്രമായ ഏഥൻസിൽ നിന്നല്ല ഈ കഥയുടെ തുടക്കം. നമ്മൾ പോകുന്നത് ഗ്രീസിന്റെ തെക്കുഭാഗത്തുള്ള പെലോപ്പൊണ്ണീസ് എന്ന ഉപദ്വീപിലേക്കാണ്. അവിടെ ടൈഗറ്റസ് പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട യൂറോട്ടാസ് നദി ഒഴുകുന്ന ഒറ്റപ്പെട്ട ഒരു താഴ്വരയുണ്ട്, ലാക്കോണിയ. ആ താഴ്വരയുടെ ഹൃദയഭാഗത്താണ് സ്പാർട്ട എന്ന നഗരം സ്ഥിതി ചെയ്തിരുന്നത്. സ്പാർട്ടയ്ക്ക് കോട്ടകളോ വലിയ മതിലുകളോ ഉണ്ടായിരുന്നില്ല. കാരണം സ്പാർട്ടയുടെ മതിലുകൾ അവരുടെ പൗരന്മാരുടെ നെഞ്ചുറപ്പായിരുന്നു എന്ന് അവർ വിശ്വസിച്ചു. മറ്റു ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ നിന്ന് സ്പാർട്ട എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തമായിരുന്നു. ഏഥൻസ് കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിച്ചപ്പോൾ സ്പാർട്ട അവയെല്ലാം അവഗണിച്ചു. കൊരിന്ത് വ്യാപാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ സ്പാർട്ടയ്ക്ക് വ്യാപാരത്തിൽ താൽപ്പര്യമില്ലായിരുന്നു. സ്പാർട്ടയ്ക്ക് ഒരേയൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഗ്രീസിലെ ഏറ്റവും ശക്തമായൊരു സൈന്യത്തെ സൃഷ്ടിക്കുക, നിലനിർത്തുക. അവരുടെ സമൂഹം മുഴുവൻ ആ ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി രൂപകൽപ്പന ചെയ്തതായിരുന്നു. ഈ പ്രത്യേക സാമൂഹിക ഘടനയ്ക്കു പിന്നിൽ ലൈക്കൂർഗസ് എന്ന ഒരു നിയമദാതാവിന്റെ പേരാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. BC 8-ാം നൂറ്റാണ്ടിലോ 7-ാം നൂറ്റാണ്ടിലോ ജീവിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന, ഒരുപക്ഷെ ഒരു സാങ്കല്പിക കഥാപാത്രം പോലും ആയേക്കാവുന്ന ഒരാൾ, സ്പാർട്ടയിൽ നിലനിന്നിരുന്ന നിയമലംഘനങ്ങളും ആഭ്യന്തര കലഹങ്ങളും അവസാനിപ്പിക്കാനായി അദ്ദേഹം പുതിയൊരു ഭരണഘടനയും നിയമസംഹിതയും കൊണ്ടുവന്നുവെന്ന് പറയപ്പെടുന്നു. ഈ നിയമങ്ങൾ സ്പാർട്ടൻ സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെയും ജീവിതം ജനനം മുതൽ മരണം വരെ രാഷ്ട്രത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒന്നാക്കി മാറ്റി. സ്പാർട്ടൻ സമൂഹം പ്രധാനമായും 3ആയി വിഭജിക്കപ്പെട്ടിരുന്നു. ഏറ്റവും മുകളിൽ സ്പാർട്ടൻ പൗരന്മാർ അഥവാ സ്പാർട്ടിയേറ്റ്സ്, പൂർണ്ണ അവകാശങ്ങളുള്ള, രാഷ്ട്രത്തിനു വേണ്ടി പോരാടാൻ മാത്രം ജീവിക്കുന്ന യോദ്ധാക്കൾ. അവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. അവർക്ക് കൃഷി ചെയ്യാനോ മറ്റു ജോലികൾ ചെയ്യാനോ അനുവാദമില്ലായിരുന്നു. അവരുടെ ഒരേയൊരു ജോലി സൈനിക പരിശീലനം നടത്തുക, യുദ്ധം ചെയ്യുക എന്നതായിരുന്നു. 2ാമത്തെ വിഭാഗം പെരിയോകോയി ആയിരുന്നു. അവർ സ്വതന്ത്രരായിരുന്നു, എന്നാൽ അവർക്ക് രാഷ്ട്രീയ അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. സ്പാർട്ടയ്ക്ക് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ താമസിച്ചിരുന്ന ഇവർ കച്ചവടക്കാരും കരകൗശല വിദഗ്ധരും വ്യവസായികളുമായിരുന്നു. സ്പാർട്ടൻ സൈന്യത്തിനാവശ്യമായ ആയുധങ്ങളും മറ്റുപകരണങ്ങളും നിർമ്മിച്ചിരുന്നത് ഇവരായിരുന്നു. യുദ്ധസമയത്ത് അവർ സ്പാർട്ടൻ സൈന്യത്തോടൊപ്പം പോരാടാനും ബാധ്യസ്ഥരായിരുന്നു. ഏറ്റവും താഴേത്തട്ടിലുണ്ടായിരുന്നത് ഹെലറ്റുകളായിരുന്നു. അവർ അടിമകളായിരുന്നു. എന്നാൽ സാധാരണ അടിമകളെപ്പോലെ വ്യക്തികളുടെ സ്വത്തായിരുന്നില്ല അവർ. അവർ രാഷ്ട്രത്തിന്റെ സ്വത്തായിരുന്നു.
സ്പാർട്ടൻ പൗരന്മാർക്ക് കൃഷിഭൂമി നൽകുമ്പോൾ ആ കൃഷിഭൂമിയിൽ പണിയെടുക്കാൻ ഹെലറ്റുകളെയും വിട്ടുകൊടുക്കുമായിരുന്നു. വിളവിന്റെ ഒരു നിശ്ചിത ഭാഗം അവർ സ്പാർട്ടൻ യജമാനന് നൽകണം, ബാക്കി അവർക്ക് ജീവിക്കാൻ ഉപയോഗിക്കാം. ഹെലറ്റുകളുടെ എണ്ണം സ്പാർട്ടൻ പൗരന്മാരെക്കാൾ 10 മടങ്ങ് കൂടുതലായിരുന്നു. ഒരു സ്പാർട്ടൻ പൗരന് ഏകദേശം 7 ഹെലറ്റുകൾ വരെ ഉണ്ടായിരുന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സാമൂഹിക ഘടന ഒരു നിരന്തരം ഭയത്തിലധിഷ്ഠിതമായിരുന്നു. എണ്ണത്തിൽ വളരെ കൂടുതലുള്ള ഹെലറ്റുകൾ എപ്പോൾ വേണമെങ്കിലും ഒരു കലാപമുണ്ടാക്കിയേക്കാമെന്ന സ്പാർട്ടൻ ഭരണാധികാരികൾ ഭയന്നു. ഈ ഭയമാണ് അവരുടെ സൈനിക ജീവിത രീതിക്കൊരു പ്രധാന കാരണം. ഹെലറ്റുകളെ എപ്പോഴും നിയന്ത്രണത്തിലുണ്ടാക്കാൻ അതിശക്തമായ ഒരു സൈന്യം ആവശ്യമാണ് എന്നവർ വിശ്വസിച്ചു. അതിനുവേണ്ടിയാണ് അവർ തങ്ങളുടെ മുഴുവൻ സമൂഹത്തെയും ഒരു സൈനിക ക്യാമ്പാക്കി മാറ്റിയത്. ഒരു സ്പാർട്ടൻ കുട്ടിയുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ ഒരു പരിശോധനയോടെയാണ്. ഒരു കുഞ്ഞു ജനിച്ചാൽ അതിനെ ഗോത്രത്തിലെ മുതിർന്നവരുടെ മുന്നിൽ കൊണ്ടുപോകും. അവർ ആ കുഞ്ഞിനെ പരിശോധിക്കും. ആരോഗ്യമില്ലാത്തതോ അംഗവൈകല്യമുള്ളതോ ആയ കുഞ്ഞാണെങ്കിൽ അതിനെ ടൈഗറ്റസ് പർവ്വതത്തിന്റെ ചെരുവിലുള്ള ഒരു കൊക്കയിൽ ഉപേക്ഷിക്കാൻ വിധിക്കുമായിരുന്നു. രാഷ്ട്രത്തിന് ഭാരമാകുന്ന ഒരു നല്ല യോദ്ധാവാകാൻ സാധ്യതയില്ലാത്ത ഒരു പൗരനെ അവർക്ക് ആവശ്യമില്ലായിരുന്നു. ആദ്യത്തെ 7 വർഷം ആൺകുട്ടികൾ അമ്മയോടൊപ്പം വീട്ടിൽ വളരും. എന്നാൽ 7ാമത്തെ വയസ്സിൽ അവന്റെ ജീവിതം മാറിമറിയും. രാഷ്ട്രം അവനെ ഏറ്റെടുക്കും. അവനെ അഗോഗെ എന്ന കഠിനമായ സൈനിക പരിശീലന കളരിയിലേക്ക് അയക്കും. അടുത്ത 13 വർഷക്കാലം അവന്റെ വീടും കുടുംബവും ആ പരിശീലന കേന്ദ്രമായിരിക്കും. അവിടെ ജീവിതം വളരെ കഠിനമായിരുന്നു. അവർക്ക് വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ നൽകിയിരുന്നുള്ളൂ. വിശപ്പ് സഹിക്കാൻ പഠിപ്പിക്കാനായിരുന്നു അത്. കൂടുതൽ ഭക്ഷണം വേണമെങ്കിൽ മോഷ്ടിക്കണം. എന്നാൽ മോഷ്ടിക്കുന്നതിനിടയിൽ പിടിക്കപ്പെട്ടാൽ കഠിനമായ ശിക്ഷ ലഭിക്കും. മോഷ്ടിച്ചതിനല്ല, പിടിക്കപ്പെട്ടതിനാണ് ശിക്ഷ. ഇത് അവരെ തന്ത്രശാലികളും സൂത്രശാലികളുമാക്കാൻ സഹായിച്ചു. അവർക്ക് നേരിയ വസ്ത്രങ്ങൾ മാത്രമേ നൽകിയിരുന്നുള്ളൂ. തണുപ്പ് സഹിക്കാൻ, ചെരുപ്പില്ലാതെ നടക്കണം, കാലുകൾ ഉറപ്പുള്ളതാകാൻ. കഠിനമായ വ്യായാമങ്ങൾ, ആയുധപരിശീലനം, ഓട്ടം, ചാട്ടം, ഗുസ്തി. വേദന സഹിക്കാനും വികാരങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കാനും അവരെ പഠിപ്പിച്ചു. അവർക്ക് വിദ്യാഭ്യാസം നൽകിയിരുന്നു, പക്ഷേ അത് വായനയിലും എഴുത്തിലും ഒതുങ്ങി. കൂടുതൽ ഊന്നൽ നൽകിയത് സംസാരത്തിനായിരുന്നു. വളരെ കുറച്ചു വാക്കുകളിൽ കൃത്യമായി ആശയം പ്രകടിപ്പിക്കാൻ അവരെ പഠിപ്പിച്ചു. ലാക്കോണിക് ഫ്രേസ് എന്ന പ്രയോഗം തന്നെ സ്പാർട്ടയുടെ ഈ ശൈലിയിൽ നിന്ന് വന്നതാണ്. ഉദാഹരണത്തിന്, പേർഷ്യൻ രാജാവ് സ്പാർട്ടയിലേക്കൊരു ദൂതനെ അയച്ചു. ഞാൻ നിങ്ങളുടെ നഗരം കീഴടക്കുകയാണെങ്കിൽ അതിനെ ചാരമാക്കി മാറ്റും എന്ന് പറഞ്ഞു. സ്പാർട്ടന്മാരുടെ മറുപടി ഒരൊറ്റ വാക്കായിരുന്നു, എങ്കിൽ. 20ാം വയസ്സിൽ ഒരു സ്പാർട്ടൻ യുവാവ് അഗോഗെ പരിശീലനം പൂർത്തിയാക്കും. അതോടെ അവനൊരു പൂർണ്ണ പൗരനായി, ഒരു യോദ്ധാവായി മാറും. തുടർന്ന് അവൻ ഒരു സിസിറ്റിയ എന്ന പൊതുഭക്ഷണശാലയുടെ അംഗമാകണം. എല്ലാ ദിവസവും രാത്രി ഏകദേശം 15 പേരടങ്ങുന്ന ഓരോ ഗ്രൂപ്പും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. ഇത് അവർക്കിടയിലുള്ള സാഹോദര്യവും ഐക്യവും വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. 30ാം വയസ്സുവരെ അവർ സൈനിക ബാരക്കുകളിൽ തന്നെ ജീവിക്കണം. വിവാഹം കഴിച്ചാൽ പോലും ഭാര്യയോടൊപ്പം താമസിക്കാൻ അനുവാദമില്ല. രാത്രിയുടെ മറവിൽ രഹസ്യമായി വീട്ടിൽ പോയി വരണം. 30ാം വയസ്സിന് ശേഷമാണ് അവനൊരു കുടുംബജീവിതം നയിക്കാൻ അനുവാദം ലഭിക്കുന്നത്. 60ാം വയസ്സുവരെ അവൻ സൈനിക സേവനത്തിന് ബാധ്യസ്ഥനായിരുന്നു. സ്പാർട്ടൻ സ്ത്രീകളുടെ ജീവിതവും വ്യത്യസ്തമായിരുന്നു. മറ്റ് ഗ്രീക്ക് നഗരങ്ങളിലെ സ്ത്രീകളെ അപേക്ഷിച്ച് സ്പാർട്ടൻ സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഉണ്ടായിരുന്നു. അവരും വിദ്യാഭ്യാസം നേടിയിരുന്നു, കായിക വിനോദങ്ങളിൽ പങ്കെടുത്തിരുന്നു. കാരണം സ്പാർട്ടന്മാർ വിശ്വസിച്ചത് ആരോഗ്യമുള്ള അമ്മമാർക്ക് മാത്രമേ ആരോഗ്യമുള്ള യോദ്ധാക്കളെ പ്രസവിക്കാൻ കഴിയൂ എന്നാണ്. അവർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശമുണ്ടായിരുന്നു. ഭർത്താക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ വീടും പറമ്പും നോക്കി നടക്കിയിരുന്നത് അവരായിരുന്നു. മകനെ ഒന്നുകിൽ നിന്റെ പരിചയമായി തിരികെ വരിക, അല്ലെങ്കിൽ അതിൽ കിടന്നുകൊണ്ട് എന്നു പറഞ്ഞാണ് അവർ തങ്ങളുടെ മക്കളെ യുദ്ധത്തിനയച്ചിരുന്നത്. ഒന്നുകിൽ വിജയിയായി മടങ്ങിവരിക, അല്ലെങ്കിൽ യുദ്ധത്തിൽ മരിച്ച് നിന്റെ ശരീരം പരിചയെ കിടത്തിക്കൊണ്ടുവരട്ടെ എന്നർത്ഥം. ഇങ്ങനെയുള്ള ഒരു സാമൂഹിക ഘടന സ്പാർട്ടയെ ഗ്രീസിലെ ഏറ്റവും ഭയപ്പെടുന്ന ഒരു സൈനിക ശക്തിയാക്കി മാറ്റി. അവരുടെ ഹോപ്പ്ലൈറ്റ് എന്ന കാലാട്പടയും ഫാലങ്സ് എന്ന യുദ്ധതന്ത്രവും അജേയമാണെന്ന് കണക്കാക്കപ്പെട്ടു. നൂറ്റാണ്ടുകളോളം അവർ പെലോപ്പൊണ്ണേസിലെ പ്രധാന ശക്തിയായി നിലകൊണ്ടു.
പേർഷ്യൻ യുദ്ധങ്ങളിൽ ഗ്രീക്ക് സൈന്യത്തെ നയിച്ചത് സ്പാർട്ടയായിരുന്നു. തെർമോപ്പിളിയിൽ ലിയോണിഡാസ് രാജാവിന്റെ നേതൃത്വത്തിൽ 300 സ്പാർട്ടന്മാർ നടത്തിയ ആ ഐതിഹാസികമായ ചെറുത്തുനിൽപ്പ് അവരുടെ ധൈര്യത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമായി മാറി. പിന്നീട് ഏഥൻസുമായുള്ള പെലോപ്പണ്ണീസിൻ യുദ്ധത്തിൽ വിജയിച്ചതോടെ സ്പാർട്ട ഗ്രീക്ക് ലോകത്തിന്റെ അധിപനായി മാറി. എന്നാൽ ഈ ആധിപത്യം അധികനാൾ നീണ്ടുനിന്നില്ല. അവരുടെ കഠിനമായ ജീവിതരീതിയും നിരന്തരമായ യുദ്ധങ്ങളും കാരണം സ്പാർട്ടൻ പൗരന്മാരുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞുവന്നു. BC 371 ലൂക്ട്ര എന്ന സ്ഥലത്തുവച്ച് നടന്ന യുദ്ധത്തിൽ തീബ്സ് എന്ന നഗരരാഷ്ട്രത്തോട് സ്പാർട്ട പരാജയപ്പെട്ടു. അതൊരു വലിയ ആഘാതമായിരുന്നു. സ്പാർട്ടൻ സൈന്യം അജയരല്ലെന്ന് ലോകം ആദ്യമായി മനസ്സിലാക്കി. ആ പരാജയത്തിന് ശേഷം സ്പാർട്ടയ്ക്ക് തങ്ങളുടെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ശക്തി ക്ഷയിച്ചു. ഒടുവിൽ മറ്റു ഗ്രീക്ക് നഗരങ്ങളെപ്പോലെ തന്നെ അവരും റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറി. സ്പാർട്ടയുടെ കഥ വിജയത്തിന്റെ മാത്രമല്ല, പരാജയത്തിന്റെയും കൂടിയാണ്. ഒരു സമൂഹം സൈനിക ശക്തിക്കു വേണ്ടി മാത്രം ജീവിച്ചപ്പോൾ അവർക്ക് മറ്റെല്ലാ മേഖലകളിലും പിന്നോട്ടു പോകേണ്ടി വന്നു. അവർ വലിയ കലാരൂപങ്ങളോ സാഹിത്യമോ തത്വചിന്തയോ സംഭാവന ചെയ്തില്ല. അവരുടെ ചരിത്രം രക്തം കൊണ്ടും ത്യാഗം കൊണ്ടും എഴുതിയതാണ്. എന്നാൽ ആ ചരിത്രം അച്ചടക്കത്തിന്റെയും ധൈര്യത്തിന്റെയും രാഷ്ട്രത്തിനു വേണ്ടിയുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന്റെയും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. യൂറോട്ടാസ് നദിയുടെ താഴ്വരയിൽ ഒരു പുതിയ ദിവസം ഉണരുകയാണ്. എന്നാൽ സ്പാർട്ടയിൽ സൂര്യരശ്മികൾക്ക് പോലും ഒരു തരം കാഠിന്യമുണ്ട്. ഇവിടെ ഓരോ പ്രഭാതവും ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു പുതിയ പരീക്ഷണത്തിന്റെ തുടക്കമാണ്. ഒരു സ്പാർട്ടൻ പൗരന്റെ ജീവിതം ഒരു പോരാട്ടമാണ്. ആ പോരാട്ടം തുടങ്ങുന്നത് ജനനത്തിനു മുൻപെയാണ്. ഒരു സ്ത്രീ ഗർഭിണിയാവുമ്പോൾ അവൾ പ്രാർത്ഥിക്കുന്നത് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനു വേണ്ടിയാണ്. കാരണം സ്പാർട്ടയിൽ ഒരു കുഞ്ഞിന്റെ ജനനം ഒരു കുടുംബത്തിന്റെ മാത്രം സന്തോഷമല്ല, അത് രാഷ്ട്രത്തിന്റെ ഒരാവശ്യകതയാണ്. ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ ആ വീട്ടിൽ സന്തോഷത്തിന്റെ ആരവങ്ങൾ ഉണ്ടാകണമെന്നില്ല. പകരം ഒരു തരം നിശബ്ദമായ പ്രതീക്ഷയും ആകാംക്ഷയുമാണ് നിറയുക. അധികം വൈകാതെ ആ കുഞ്ഞിന്റെ അച്ഛൻ അതിനെ തുണിയിൽ പൊതിഞ്ഞ് ഗോത്രത്തിലെ മുതിർന്നവരുടെ സഭയായ ഗെരൂസിയായിലെ അംഗങ്ങളുടെ മുന്നിൽ കൊണ്ടുപോകും. അവരാ കുഞ്ഞിനെ വളരെ സൂക്ഷ്മമായി പരിശോധിക്കും. അതിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗവും, അതിന്റെ കരച്ചിലിന്റെ ശക്തി, അതിന്റെ ചലനങ്ങൾ. അവർ നോക്കുന്നത് ആ കുഞ്ഞിൽ ഒരു യോദ്ധാവിന്റെ ലക്ഷണങ്ങളുണ്ടോ എന്നാണ്. ആരോഗ്യമുള്ള കരുത്തുള്ള ഒരു കുഞ്ഞാണോ അത്? ആ പരിശോധനയിൽ കുഞ്ഞ് വിജയിച്ചാൽ അതിന് ജീവിക്കാൻ അനുവാദം ലഭിക്കും. അതിന് അച്ഛന്റെ കുടുംബപ്പേര് ലഭിക്കും. രാഷ്ട്രം അതിനൊരു തുണ്ട് ഭൂമി നൽകും. ആ ഭൂമിയിൽ പണിയെടുക്കാൻ ഹെലട്ടുകളെയും നൽകും. ആ കുഞ്ഞിപ്പോൾ സ്പാർട്ടയുടെ ഒരു മുതൽക്കൂട്ടാണ്. എന്നാൽ ആ പരിശോധനയിൽ കുഞ്ഞ് പരാജയപ്പെട്ടാലോ, അതിനെന്തെങ്കിലും അംഗവൈകല്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ദുർബലമാണെന്നവർക്ക് തോന്നിയാൽ അതിന്റെ വിധി മറ്റൊന്നാണ്. അതിനെ ടൈജറ്റസ് പർവ്വതനിരകളിലെ അപ്പോത്തീറ്റെ എന്നറിയപ്പെടുന്ന ഒരു കൊക്കയിലേക്ക് കൊണ്ടുപോകാൻ അവർ കൽപ്പിക്കും. അവിടെ ആ കുഞ്ഞിനെ അവർ ഉപേക്ഷിക്കും. തണുപ്പും വിശപ്പും വന്യമൃഗങ്ങളും അതിന്റെ ജീവനെടുക്കും. സ്പാർട്ടയ്ക്ക് വേണ്ടത് ഭാവിയുടെ യോദ്ധാക്കളെയാണ്, രാഷ്ട്രത്തിന് ഭാരമാകുന്നവരെയല്ല. ഈ കഠിനമായ നിയമം യൂജനിക്സ് എന്ന ആശയത്തിന്റെ ഒരു പുരാതന രൂപമായിരുന്നു. ഏറ്റവും മികച്ചതിനെ മാത്രം തിരഞ്ഞെടുത്ത് ഒരു ശക്തമായ വംശത്തെ സൃഷ്ടിക്കുക. ആദ്യത്തെ 7 വർഷക്കാലം ഒരാൺകുട്ടിയുടെ ജീവിതം താരതമ്യേന ശാന്തമാണ്. അവൻ അമ്മയോടൊപ്പം വീട്ടിൽ വളരുന്നു. അവന്റെ അമ്മയും മറ്റു സ്ത്രീകളും അവനെ ലാളിക്കുന്നു. പക്ഷേ ആ ലാളനയിൽ പോലും ഒരു സ്പാർട്ടൻ കാഠിന്യമുണ്ട്. അവരവന് ധൈര്യത്തിന്റെ കഥകൾ പറഞ്ഞുകൊടുക്കുന്നു. ഭയത്തെ എങ്ങനെ നേരിടണം എന്ന് പഠിപ്പിക്കുന്നു. ഇരുട്ടിനെ പേടിക്കാതിരിക്കാൻ അവനെ ഇടയ്ക്ക് തനിച്ചിരുത്തുന്നു. അവൻ കരയുമ്പോൾ അവർ സമാധാനിപ്പിക്കാൻ ഓടിച്ചെല്ലുന്നില്ല. വേദന സഹിക്കാൻ അവൻ ചെറുപ്പത്തിലെ പഠിച്ചു തുടങ്ങുന്നു. അവന്റെ 7ാമത്തെ ജന്മദിനം അവന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ്. അന്ന് രാഷ്ട്രം അവനെ അവന്റെ കുടുംബത്തിൽ നിന്ന് ഏറ്റെടുക്കുന്നു. അവന്റെ അമ്മയുടെ സ്നേഹത്തിൽ നിന്നും വീടിന്റെ സുരക്ഷിതത്വത്തിൽ നിന്നും അവനെ പറിച്ചുമാറ്റുന്നു. അവനെ അഗോഗെ എന്നറിയപ്പെടുന്ന, ലോകം അതുവരെ കണ്ടിട്ടില്ലാത്തത്ര കഠിനമായ ഒരു പരിശീലന കളരിയിലേക്ക് അയക്കുന്നു. അതൊരു സ്കൂളല്ല, അതൊരു സൈനിക ബാരക്കാണ്. അടുത്ത 13 വർഷത്തേക്ക് അതാണ് അവന്റെ ലോകം. അവന്റെ കുടുംബം അവന്റെ കൂടെയുള്ള മറ്റാൺകുട്ടികളാണ്. അവന്റെ അച്ഛൻ
അവനെ പരിശീലിപ്പിക്കുന്ന മുതിർന്ന യോദ്ധാക്കളാണ്. അഗോഗയിലെ ജീവിതം ഒരു മൃഗത്തിന്റെ ജീവിതത്തോട് ഉപമിക്കാം. അവിടെ ദയയ്ക്കോ സ്നേഹത്തിനോ സ്ഥാനമില്ല. ഉള്ളത് അച്ചടക്കവും അനുസരണയും അതിജീവനത്തിനായുള്ള പോരാട്ടവും മാത്രമാണ്. കുട്ടികളെ പല ഗ്രൂപ്പുകളായി തിരിക്കുന്നു. ഓരോ ഗ്രൂപ്പിനും ഒരു നേതാവുണ്ടാകും. കൂട്ടത്തിൽ ഏറ്റവും ശക്തനും മിടുക്കനുമായ കുട്ടി. അവർക്കിടയിൽ നിരന്തരമായ മത്സരങ്ങൾ നടക്കും. ഈ മത്സരങ്ങൾ അവരിൽ ഒരു പോരാട്ടവീര്യം വളർത്താൻ സഹായിക്കുന്നു. അവർക്ക് നൽകുന്ന ഭക്ഷണം വളരെ പരിമിതമാണ്. ഒരു കഷ്ണം റൊട്ടി, കുറച്ച് സൂപ്പ്. വിശപ്പ് സഹിക്കാൻ പഠിക്കുക എന്നതാണ് ലക്ഷ്യം. സ്പാർട്ടന്മാരുടെ പ്രശസ്തമായൊരു വിഭവമായിരുന്നു ബ്ലാക്ക് ബ്രോത്ത്. പന്നിയുടെ രക്തവും ഉപ്പും വിനാഗിരിയും ചേർത്തുള്ള ഒരു തരം സൂപ്പ്. മറ്റു ഗ്രീക്കുകാർക്ക് അത് കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ഒരു കഥയനുസരിച്ച് ഒരിക്കൽ ഈ സൂപ്പ് കഴിച്ച ഒരു വിദേശി പറഞ്ഞു, "ഇപ്പോഴെനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് സ്പാർട്ടന്മാർ മരണത്തെ ഭയപ്പെടാത്തത് എന്ന്." വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് ഭക്ഷണം മോഷ്ടിക്കാം. അതവരുടെ പരിശീലനത്തിന്റെ ഭാഗമാണ്. അടുത്തുള്ള കൃഷിയിടങ്ങളിൽ നിന്നോ വീടുകളിൽ നിന്നോ ഭക്ഷണം മോഷ്ടിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ അതൊരു എളുപ്പമുള്ള കാര്യമല്ല. പിടിക്കപ്പെടാതെ മോഷ്ടിക്കുക എന്നതാണ് വെല്ലുവിളി. മോഷ്ടിക്കുന്നതിനിടയിൽ പിടിക്കപ്പെട്ടാൽ കഠിനമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. ചാട്ടവാറുകൊണ്ടുള്ള അടി, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. ശിക്ഷ ലഭിക്കുന്നത് മോഷ്ടിച്ചതിനല്ല, മറിച്ച് ആ ജോലി ഭംഗിയായി ചെയ്യാൻ കഴിയാതെ പിടിക്കപ്പെട്ടതിനാണ്. ഇതവരെ കൂടുതൽ സൂത്രശാലികളും ധൈര്യശാലികളും നിശബ്ദമായി നീങ്ങാൻ കഴിവുള്ളവരുമാക്കി മാറ്റുന്നു. അവരുടെ വസ്ത്രധാരണവും വളരെ ലളിതമാണ്. വർഷത്തിൽ ഒരു തവണ ഒരൊറ്റ വസ്ത്രം മാത്രം. കാലിൽ ചെരുപ്പില്ല. നഗ്നമായ പാദങ്ങളുമായി അവർ കല്ലിലും മുള്ളിലും നടക്കണം. അതവരുടെ പാദങ്ങളെ ഉറപ്പുള്ളതാക്കി മാറ്റുന്നു. ഉറങ്ങുന്നത് പുഴയുടെ തീരത്ത് നിന്ന് അവർ സ്വന്തമായി ശേഖരിക്കുന്ന പുല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മെത്തയിലാണ്. തണുപ്പുകാലത്തും അവർക്ക് അധിക വസ്ത്രങ്ങളൊന്നും ലഭിക്കില്ല. പ്രകൃതിയുടെ എല്ലാ കാഠിന്യങ്ങളെയും അതിജീവിക്കാൻ അവർ പഠിക്കുന്നു. ദിവസം മുഴുവൻ പരിശീലനമാണ്. ഓട്ടം, ചാട്ടം, ഗുസ്തി, വാൾപ്പയറ്റ്, കുന്തമെറിയൽ. അവരെപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കണം. ക്ഷീണമോ വേദനയോ പ്രകടിപ്പിക്കാൻ അനുവാദമില്ല. മുറിവേറ്റാൽ അത് കാര്യമാക്കാതെ പരിശീലനം തുടരണം. അവരുടെ ശരീരത്തെ ഒരായുധമാക്കി മാറ്റുകയായിരുന്നു പരിശീലനത്തിന്റെ ലക്ഷ്യം. അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നുണ്ട്, പക്ഷേ അത് വളരെ പരിമിതമാണ്. അവർക്ക് വായിക്കാനും എഴുതാനും പഠിപ്പിക്കുന്നു. പ്രധാനമായും ഹോമറിന്റെ ഇതിഹാസങ്ങളും സ്പാർട്ടൻ യോദ്ധാക്കളുടെ വീരകഥകളും യുദ്ധഗാനങ്ങളും പഠിക്കാൻ വേണ്ടി മാത്രം. ഗണിതത്തിനോ തത്വചിന്തയ്ക്കോ കലയ്ക്കോ അവിടെ സ്ഥാനമില്ല. സംസാരത്തിൽ മിതത്വം പാലിക്കാൻ അവരെ പഠിപ്പിക്കുന്നു. അനാവശ്യമായി സംസാരിക്കുന്നത് ഒരു കുറവായി കണക്കാക്കപ്പെട്ടു. കുറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശക്തമായ ആശയം പ്രകടിപ്പിക്കുക, അതായിരുന്നു സ്പാർട്ടൻ ശൈലി. മാനസികമായ പരിശീലനത്തിനും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. മുതിർന്ന യോദ്ധാക്കൾ അവരെ നിരന്തരം പരിഹസിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യും. പെട്ടെന്നുള്ള ചോദ്യങ്ങൾക്ക് പതറാതെ ബുദ്ധിപരമായി മറുപടി നൽകാൻ അവർ പഠിക്കണം. അവരെ മാനസികമായി തളർത്താൻ ശ്രമിക്കും, എന്നാൽ അവർ പിടിച്ചു നിൽക്കണം. വികാരങ്ങളെ നിയന്ത്രിക്കാൻ അവർ പഠിക്കണം. സന്തോഷമോ ദുഃഖമോ ഭയമോ പുറത്തു കാണിക്കാൻ പാടില്ല. ഒരു സ്പാർട്ടൻ യോദ്ധാവിന്റെ മുഖം ഒരു ശില പോലെ നിർവികാരമായിരിക്കണം. ഈ പരിശീലനത്തിന്റെ ഏറ്റവും ക്രൂരമായൊരു ഭാഗമായിരുന്നു ക്രിപ്റ്റിയ. ഏറ്റവും മിടുക്കരായ, ഏറ്റവും കഠിനഹൃദയരായ കൗമാരക്കാരെ തിരഞ്ഞെടുത്ത് അവരെ ഒരു രഹസ്യ ദൗത്യത്തിനയക്കുന്നു. കയ്യിലൊരു കഠാരയുമായി അവർ രാത്രിയുടെ മറവിൽ ഗ്രാമങ്ങളിലേക്ക് പോകും. അവരുടെ ലക്ഷ്യം ഹെലട്ടുകളാണ്. ശക്തരായോ അല്ലെങ്കിൽ ഒരു കലാപത്തിന് നേതൃത്വം നൽകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഹെലട്ടുകളെ അവർ കണ്ടെത്തി നിശബ്ദമായി കൊലക്കെടുത്തും. ഇത് ഹെലട്ടുകളുടെ മനസ്സിൽ ഭയം ജനിപ്പിക്കാനും അവരെ എപ്പോഴും നിയന്ത്രണത്തിൽ നിർത്താനും സഹായിച്ചു. അതോടൊപ്പം ഈ യുവയോദ്ധാക്കളെ മനുഷ്യജീവനെടുക്കാൻ ഒരു മടിയുമില്ലാത്ത ക്രൂരരായ കൊലയാളികളാക്കി മാറ്റാനും ഇതുപകരിച്ചു. 20-ാം വയസ്സിൽ ഈ നരകതുല്യമായ പരിശീലനം അവസാനിക്കുന്നു. അഗോഗയിൽ നിന്ന് പുറത്തുവരുന്ന ആ ചെറുപ്പക്കാരൻ ഇനിയൊരു കുട്ടിയല്ല. അവൻ വേദന എന്തെന്നറിഞ്ഞ, വിശപ്പെന്തെന്നറിഞ്ഞ, മരണത്തെ മുഖാമുഖം കണ്ട ഒരു യോദ്ധാവാണ്. അവന്റെ ശരീരം ഉരുക്കുപോലെ ദൃഢമാണ്. അവന്റെ മനസ്സ് ഒരു പാറ പോലെ ഉറച്ചതാണ്. അവനിപ്പോൾ ഒരു സ്പാർട്ടിയറ്റ് അഥവാ ഒരു പൂർണ്ണ സ്പാർട്ടൻ പൗരനാകാൻ യോഗ്യനായിരിക്കുന്നു. എന്നാൽ അവന്റെ പരീക്ഷണങ്ങൾ അവസാനിച്ചിട്ടില്ല. ഒരു പൂർണ്ണ പൗരനാകണമെങ്കിൽ അവൻ ഒരു സിസിറ്റിയയിൽ അംഗത്വം നേടണം. അതൊരു പൊതുഭക്ഷണാലയമാണ്, ഒരു മെസ്,
ഒരേ ഗ്രൂപ്പിൽ പരിശീലനം നേടിയ ഏകദേശം 15 പേരടങ്ങുന്ന ഒരു സംഘം. അവർ എല്ലാ ദിവസവും രാത്രിയിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. ആ ഗ്രൂപ്പിലെ നിലവിലെ അംഗങ്ങൾ എല്ലാവരും വോട്ട് ചെയ്താൽ മാത്രമേ ഒരു പുതിയ അംഗത്തെ അവർ സ്വീകരിക്കുകയുള്ളൂ. ഒരാൾ എതിർത്ത് വോട്ട് ചെയ്താൽ പോലും അവന് പ്രവേശനം ലഭിക്കില്ല. അത് വലിയ അപമാനമാണ്. അങ്ങനെയുള്ളവർക്ക് പൗരത്വം നഷ്ടപ്പെടാൻ പോലും സാധ്യതയുണ്ട്. സിസിറ്റിയ വെറുമൊരു ഭക്ഷണാലയമല്ല, അതൊരു സാമൂഹിക ഘടനയുടെ അടിസ്ഥാനമാണ്. അവിടെ അവർ തമാശകൾ പറയും, രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യും, യുദ്ധതന്ത്രങ്ങൾ മെനയും. ആ ഗ്രൂപ്പിലെ ഓരോ അംഗവും മറ്റൊരാൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ സഹോദരന്മാരാണ്. യുദ്ധക്കളത്തിൽ അവർ ഒരുമിച്ചാണ് നിൽക്കുക. ആ ഒരുമയാണ് സ്പാർട്ടൻ ഫാലങ്സിന്റെ ശക്തിയുടെ രഹസ്യം. അഗോഗെ പരിശീലനം പൂർത്തിയാക്കി സിസിറ്റിയയിൽ അംഗത്വം നേടിക്കഴിഞ്ഞാൽ അവനൊരു യഥാർത്ഥ സ്പാർട്ടൻ യോദ്ധാവായി മാറി. അവന്റെ ജീവിതം ഇനി പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെതാണ്. 30 വയസ്സുവരെ അവൻ മറ്റു യോദ്ധാക്കളോടൊപ്പം ബാരക്കുകളിൽ താമസിക്കണം. അവന് വിവാഹം കഴിക്കാം, പക്ഷേ ഭാര്യയോടൊപ്പം ജീവിക്കാൻ അനുവാദമില്ല. രാത്രിയുടെ മറവിൽ ആരും കാണാതെ അവൻ വീട്ടിൽ പോയി വരണം. പിടിക്കപ്പെട്ടാൽ അത് അപമാനമാണ്. ഒരു കുടുംബനാഥൻ എന്നതിലുപരി അവൻ എപ്പോഴും ഒരു സൈനികനായിരിക്കണം. 30-ാം വയസ്സിൽ അവനൊരു കുടുംബജീവിതം തുടങ്ങാൻ അനുവാദം ലഭിക്കുന്നു. അവൻ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങുന്നു. പൊതുസഭയായ അപ്പല്ലയിൽ അവന് വോട്ട് ചെയ്യാം. എന്നാൽ അവന്റെ സൈനിക ജീവിതം അവസാനിക്കുന്നില്ല. 60 വയസ്സുവരെ രാഷ്ട്രം എപ്പോൾ വിളിച്ചാലും യുദ്ധത്തിനു പോകാൻ അവൻ തയ്യാറായിരിക്കണം. ഇതായിരുന്നു ഒരു സ്പാർട്ടൻ യോദ്ധാവിന്റെ ജനനം. ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ അവന്റെ ജീവിതം രാഷ്ട്രം രൂപകൽപ്പന ചെയ്തൊരു പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അവിടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ സ്ഥാനമില്ല. അവന്റെ ശരീരം, അവന്റെ മനസ്സ്, അവന്റെ ആത്മാവ് എല്ലാം സ്പാർട്ടയുടേതാണ്. ആ സമ്പൂർണ്ണ സമർപ്പണത്തിൽ നിന്നാണ് ലോകം ഭയന്ന ആ ഉരുക്കു മനുഷ്യർ പിറവിയെടുത്തത്. സ്പാർട്ടയിലെ പുരുഷന്മാരുടെ ലോകം ഇരുമ്പിന്റെയും രക്തത്തിന്റെയും ഗന്ധമുള്ള ഒന്നായിരുന്നു. എന്നാൽ ആ ലോകത്തിന്റെ അദൃശ്യമായ അടിത്തറ സ്പാർട്ടയിലെ സ്ത്രീകളായിരുന്നു. ഒരു സ്പാർട്ടൻ പുരുഷനെ ഒരു യോദ്ധാവാക്കി മാറ്റുന്നതിൽ അവന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും സഹോദരിക്കും നിർണായകമായൊരു പങ്കുണ്ടായിരുന്നു. മറ്റു ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ നിന്ന് സ്പാർട്ടയെ വ്യത്യസ്തമാക്കിയ ഒരു പ്രധാന ഘടകം അവിടുത്തെ സ്ത്രീകൾക്ക് ലഭിച്ചിരുന്ന സ്ഥാനവും സ്വാതന്ത്ര്യവുമായിരുന്നു. ആഥൻസിൽ ഒരു സ്ത്രീയുടെ ജീവിതം വീട്ടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയിരുന്നു. അവൾക്ക് വിദ്യാഭ്യാസമോ പൊതുരംഗത്ത് സ്ഥാനമോ സ്വത്തവകാശമോ ഉണ്ടായിരുന്നില്ല. അവളുടെ പ്രധാന കർത്തവ്യം വീട്ടുജോലി ചെയ്യുക, കുട്ടികളെ പ്രസവിക്കുക, ഭർത്താവിനനുസരിച്ച് ജീവിക്കുക എന്നതായിരുന്നു. എന്നാൽ സ്പാർട്ടയിൽ ചിത്രം സമ്പൂർണമായും വ്യത്യസ്തമായിരുന്നു. ഒരു സ്പാർട്ടൻ സ്ത്രീ കേവലം ഒരു ഭാര്യയോ അമ്മയോ ആയിരുന്നില്ല. അവൾ രാഷ്ട്രത്തിന്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു. ഒരു സ്പാർട്ടൻ പെൺകുട്ടിയുടെ ജീവിതം ഒരു ആൺകുട്ടിയുടെ ജീവിതം പോലെ തന്നെ രാഷ്ട്രത്തിന്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചാണ് രൂപകൽപ്പന ചെയ്തിരുന്നത്. അവളുടെ പ്രാഥമികമായ കർത്തവ്യം ആരോഗ്യമുള്ള ശക്തരായ യോദ്ധാക്കൾക്ക് ജന്മം നൽകുക എന്നതായിരുന്നു. ആരോഗ്യമുള്ള മാതാപിതാക്കൾക്ക് മാത്രമേ ആരോഗ്യമുള്ള കുട്ടികൾ ജനിക്കൂ എന്ന് സ്പാർട്ടന്മാർ വിശ്വസിച്ചു. അതിനാൽ പെൺകുട്ടികളെ ദുർബലരായി വളർത്താൻ അവർ ആഗ്രഹിച്ചില്ല. ആൺകുട്ടികളെപ്പോലെ പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു. അവർക്ക് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. സംഗീതവും നൃത്തവും അവരുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിരുന്നു. എന്നാൽ അതിലുപരി അവർക്ക് കായിക പരിശീലനം നിർബന്ധമായിരുന്നു. ആൺകുട്ടികളെപ്പോലെ തന്നെ അവരും ജിംനേസ്യത്തിൽ പോയി പരിശീലനം നടത്തി. ഓട്ടം, ചാട്ടം, ഗുസ്തി, കുന്തമെറിയൽ, ഡിസ്കസ് ത്രോ തുടങ്ങിയ ഇനങ്ങളിൽ അവർ മത്സരിച്ചു. പൊതുസ്ഥലങ്ങളിൽ പുരുഷന്മാരുടെ മുന്നിൽ വെച്ചായിരുന്നു ഈ പരിശീലനങ്ങളെല്ലാം. ഇത് മറ്റു ഗ്രീക്കുകാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമായിരുന്നു. അവർ സ്പാർട്ടൻ സ്ത്രീകളെ ധിക്കാരികളും നാണമില്ലാത്തവരുമായി മുദ്രകുത്തി. എന്നാൽ സ്പാർട്ടന്മാർക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല. ശാരീരിക ക്ഷമതയുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ ഒരു യോദ്ധാവിനെ പ്രസവിക്കാൻ കഴിയൂ എന്നവർ വിശ്വസിച്ചു. അവരുടെ വസ്ത്രധാരണവും വളരെ ലളിതമായിരുന്നു. പെപ്ലോസ് എന്നറിയപ്പെടുന്ന അയഞ്ഞ കൈകളില്ലാത്ത ഒരു തരം വസ്ത്രം. അതവരുടെ ചലനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി. ഓടുമ്പോഴും ചാടുമ്പോഴും അവരുടെ തുടകൾ പുറത്തു കാണുമായിരുന്നു. അതിനാൽ മറ്റു ഗ്രീക്കുകാർ അവരെ തുട കാണിക്കുന്നവർ എന്ന് പരിഹസിച്ചു. സ്പാർട്ടൻ സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പുരാതന ലോകത്ത് മറ്റെവിടെയും കാണാത്ത ഒരു കാര്യമായിരുന്നു അത്. അവർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടാനും അത് കൈമാറ്റം ചെയ്യാനും കഴിഞ്ഞിരുന്നു. ഒരു സ്ത്രീക്ക് അവളുടെ അച്ഛൻ്റെ സ്വത്തിൽ അവകാശമുണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷം ഭർത്താവിൻ്റെ സ്വത്തിലും അവർക്ക് പങ്കാളിത്തമുണ്ടായിരുന്നു.
കാലക്രമേണ സ്പാർട്ടയിലെ ഭൂസ്വത്തിന്റെ 1/3 സ്ത്രീകളുടെ കയ്യിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. പുരുഷന്മാരെപ്പോഴും യുദ്ധത്തിലും പരിശീലനത്തിലുമായിരുന്നതുകൊണ്ട് വീട്ടിന്റെയും കൃഷിയിടങ്ങളുടെയും ഭരണം സ്ത്രീകളുടെ കയ്യിലായിരുന്നു. അവർ ശക്തരും സ്വതന്ത്രരും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരുമായിരുന്നു. വിവാഹവും ഒരു വ്യത്യസ്തമായ ചടങ്ങായിരുന്നു. സ്പാർട്ടൻ പുരുഷന്മാർക്ക് സാധാരണയായി 30-ാം വയസ്സിലാണ് വിവാഹം കഴിക്കാൻ അനുവാദം ലഭിക്കുന്നത്. സ്ത്രീകൾക്ക് 18-നും 20-നും ഇടയിലായിരിക്കും പ്രായം. വിവാഹം നടക്കുന്നത് വളരെ രഹസ്യമായാണ്, ഒരു തരം തട്ടിക്കൊണ്ടുപോകൽ നാടകം പോലെ. വരൻ രാത്രിയുടെ മറയിൽ വന്ന് വധുവിനെ അവളുടെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. തുടർന്ന് വധുവിന്റെ തല മുണ്ഡനം ചെയ്യും. അവൾ ഒരു പുരുഷന്റെ വസ്ത്രം ധരിക്കും. എന്നിട്ടവർ രഹസ്യമായി മിളിതമാകും. അതിനുശേഷം വരൻ തിരികെ തന്റെ സൈനിക ബാരക്കിലേക്ക് പോകും. വിവാഹം കഴിഞ്ഞാലും ഭർത്താവിന് ഭാര്യയോടൊപ്പം താമസിക്കാൻ അനുവാദമില്ല. അവൻ തന്റെ ബാരക്കിൽ മറ്റു യോദ്ധാക്കളോടൊപ്പമാണ് കഴിയുക. രാത്രിയുടെ മറയിൽ ആരും കാണാതെ അവൻ വീട്ടിൽ വന്ന് ഭാര്യയെ കണ്ടുപോകുമായിരുന്നു. ഈ രഹസ്യ സ്വഭാവം അവർക്കിടയിലുള്ള ആകർഷണം നിലനിർത്താൻ സഹായിക്കുമെന്ന് സ്പാർട്ടന്മാർ വിശ്വസിച്ചു. 30-ാം വയസ്സിൽ സൈനിക ബാരക്കുകളിലെ ജീവിതം അവസാനിക്കുമ്പോഴാണ് ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടൊപ്പം പട്ടാപകൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നത്. ഒരു സ്പാർട്ടൻ സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണ് അവളൊരു അമ്മയാകുമ്പോൾ. അവളൊരു ആൺകുട്ടിയെയാണ് പ്രസവിക്കുന്നതെങ്കിൽ അവൾ രാഷ്ട്രത്തിനൊരു യോദ്ധാവിനെയാണ് സംഭാവന ചെയ്യുന്നത്. അവളൊരു പെൺകുട്ടിയെയാണ് പ്രസവിക്കുന്നതെങ്കിൽ അവൾ ഭാവി യോദ്ധാക്കളുടെ അമ്മയെയാണ് സംഭാവന ചെയ്യുന്നത്. 2 രീതിയിലും അവൾ ബഹുമാനിക്കപ്പെട്ടു. എന്നാൽ അവരുടെ മാതൃത്വം ഇന്നത്തെ കാലത്തെ പോലെ ലാളനയുടേതോ വാത്സല്യത്തിൻ്റേതോ ആയിരുന്നില്ല. അതൊരു തരം കഠിനമായ സ്നേഹമായിരുന്നു. അവർ തങ്ങളുടെ മക്കളെ ഭയമില്ലാത്തവരായി വളർത്തി. രാഷ്ട്രത്തോടുള്ള കൂറും ധൈര്യവും ത്യാഗമനോഭാവവുമാണ് അവർ പഠിപ്പിച്ചത്. ഒരമ്മ തന്റെ മകൻ യുദ്ധത്തിന് പോകുമ്പോൾ അവന് പരിചയ നൽകിക്കൊണ്ട് പറയും, മകനെ, ഒന്നുകിൽ ഇതുമായി തിരികെ വരിക, അല്ലെങ്കിൽ ഇതിൽ കിടന്നുകൊണ്ടുവരിക. ആ വാക്കുകൾ സ്പാർട്ടൻ സ്ത്രീയുടെ മനസ്സിന്റെ പ്രതീകമാണ്. വിജയം അല്ലെങ്കിൽ വീരമൃത്യു, ഇതിനിടയിൽ മറ്റൊരു സാധ്യതയില്ല. യുദ്ധത്തിൽ നിന്ന് പേടിച്ചോടി വരുന്ന ഒരു മകനെ ഒരമ്മയ്ക്കും ആവശ്യമില്ല. അങ്ങനെയുള്ളവരെ അവർ പരസ്യമായി തല്ലിക്കളയുമായിരുന്നു. ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം ലഭിച്ചിരുന്നത് അവൾ യുദ്ധത്തിൽ മരിച്ച ഒരു യോദ്ധാവിന്റെ അമ്മയോ ഭാര്യയോ സഹോദരിയോ ആകുമ്പോഴാണ്. സ്പാർട്ടയിൽ ശവകുടീരത്തിൽ പേരെഴുതാൻ അനുവാദമുണ്ടായിരുന്നത് 2 വിഭാഗക്കാർക്ക് മാത്രമായിരുന്നു. 1 യുദ്ധത്തിൽ മരിച്ച പുരുഷന്മാർക്ക്, 2 പ്രസവത്തോടെ മരിച്ച സ്ത്രീകൾക്ക്. കാരണം സ്പാർട്ടന്മാർ വിശ്വസിച്ചത് ഈ 2 പ്രവൃത്തികളും രാഷ്ട്രത്തിനു വേണ്ടിയുള്ള ഒരു തരം ത്യാഗമാണെന്നാണ്. 1 യുദ്ധക്കളത്തിൽ ജീവൻ നൽകുന്നു, മറ്റൊന്ന് ഒരു പുതിയ ജീവൻ നൽകാൻ വേണ്ടി സ്വന്തം ജീവൻ നൽകുന്നു. ഈ സ്വാതന്ത്ര്യവും അധികാരവും ഉണ്ടായിരുന്നെങ്കിലും സ്പാർട്ടൻ സ്ത്രീകളുടെ ജീവിതം എളുപ്പമായിരുന്നില്ല. അവരുടെ ജീവിതവും രാഷ്ട്രത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. അവരുടെ പ്രധാന കർത്തവ്യം രാഷ്ട്രത്തിനു വേണ്ടി ആരോഗ്യമുള്ള പൗരന്മാരെ സൃഷ്ടിക്കുക എന്നതായിരുന്നു. പ്രണയത്തിനോ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കോ അവിടെ വലിയ സ്ഥാനമുണ്ടായിരുന്നില്ല. ഒരു സ്ത്രീക്ക് കുട്ടികൾ ജനിക്കുന്നില്ലെങ്കിൽ അവളുടെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയിൽ കുട്ടികളെ ജനിപ്പിക്കാൻ അനുവാദമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ സ്ത്രീക്ക് തന്റെ ഭർത്താവിന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരുമായിരുന്നു. കുട്ടികൾ രാഷ്ട്രത്തിന്റെ സ്വത്തായിരുന്നു. അവർക്ക് രാഷ്ട്രീയത്തിൽ നേരിട്ടിടപെടാൻ കഴിഞ്ഞിരുന്നില്ല. അവർക്ക് പൊതുസഭയിൽ വോട്ട് ചെയ്യാനോ ഭരണപരമായ സ്ഥാനങ്ങൾ വഹിക്കാനോ അനുവാദമില്ലായിരുന്നു. എന്നാൽ പരോക്ഷമായി അവർക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. യോദ്ധാക്കളുടെ അമ്മമാരെന്ന നിലയിലും ഭൂവുടമകളെന്ന നിലയിലും അവർ സമൂഹത്തിൽ ഒരു ബഹുമാനിക്കപ്പെടുന്ന സ്ഥാനമാണ് വഹിച്ചത്. അവരുടെ അഭിപ്രായങ്ങൾക്ക് പുരുഷന്മാർ വില കൽപ്പിച്ചിരുന്നു. അരിസ്റ്റോട്ടലിനെപ്പോലുള്ള ചിന്തകർ സ്പാർട്ടയുടെ പതനത്തിനൊരു കാരണം അവിടുത്തെ സ്ത്രീകൾക്ക് നൽകിയ അമിതമായ സ്വാതന്ത്ര്യമാണെന്ന് പോലും എഴുതിയിട്ടുണ്ട്. സ്പാർട്ടൻ സ്ത്രീ ചരിത്രത്തിലെ ഒരു അത്ഭുതമാണ്. അവൾ ഒരേ സമയം ശക്തയും സ്വതന്ത്രയുമായിരുന്നു, എന്നാൽ രാഷ്ട്രത്തിന്റെ കഠിനമായ നിയമങ്ങൾക്ക് വിധേയവുമായിരുന്നു. അവൾ ഒരു യോദ്ധാവായിരുന്നില്ല, പക്ഷേ അവൾ യോദ്ധാക്കളെ സൃഷ്ടിച്ചു. അവൾ യുദ്ധം ചെയ്തില്ല, പക്ഷേ അവൾ യുദ്ധത്തിന്റെ ഗതിയെ സ്വാധീനിച്ചു. അവൾ സ്പാർട്ടയുടെ നിശബ്ദയായ ശക്തിയായിരുന്നു. ആ ഉരുക്കു നഗരത്തിന്റെ ഹൃദയമായിരുന്നു. ആ അമ്മമാരുടെ വയറ്റിലാണ് ലോകം ഭയന്ന ആ യോദ്ധാക്കൾ പിറവിയെടുത്തത്.
ആ സ്ത്രീകളുടെ കൈകളിലാണ് സ്പാർട്ടയുടെ സംസ്കാരവും മൂല്യങ്ങളും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്. സ്പാർട്ടൻ സമൂഹത്തിന്റെ ഉരുക്കുചട്ടക്കൂടിനുള്ളിൽ ഒരു ദുർബലമായ അടിത്തറയുണ്ടായിരുന്നു. ഒരു രഹസ്യം, ഒരു ഭയം. അതാണ് ഹെലറ്റുകൾ. അവർ സ്പാർട്ടൻ ലോകത്തിലെ അദൃശ്യരായ മനുഷ്യരായിരുന്നു. അവരുടെ വിയർപ്പിലും കണ്ണുനീരിലുമാണ് സ്പാർട്ട എന്ന നഗരം കെട്ടിപ്പടുത്തത്. എന്നാൽ അവരുടെ എണ്ണക്കൂടുതൽ സ്പാർട്ടന്മാരുടെ ഉറക്കം കെടുത്തിയ ഒരു പേടി സ്വപ്നം കൂടിയായിരുന്നു. സ്പാർട്ടന്റെ സൈനിക ജീവിത രീതിയുടെ ഒരു പ്രധാന കാരണം തന്നെ ഈ ഭയമായിരുന്നു. ആരായിരുന്നു ഈ ഹെലറ്റുകൾ? അവർ സാധാരണ അടിമകളായിരുന്നില്ല. യുദ്ധത്തിൽ പിടിക്കപ്പെട്ട് അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടവരായിരുന്നില്ലവർ. അവർ ആ മണ്ണിന്റെ യഥാർത്ഥ അവകാശികളായിരുന്നു. നൂറ്റാണ്ടുകൾക്കു മുൻപ് ഡോറിയൻ വംശജരായ സ്പാർട്ടന്മാർ ഗ്രീസിലേക്ക് കുടിയേറിയപ്പോൾ അവർ ലക്കോണിയെയും മെസ്സനിയെയും കീഴടക്കി. അവിടുത്തെ ജനങ്ങളെ അവർ അടിമകളാക്കി. ആ ജനവിഭാഗമാണ് ഹെലറ്റുകൾ എന്നറിയപ്പെട്ടത്. അവർക്ക് സ്വന്തമായ കുടുംബമുണ്ടായിരുന്നു, സംസ്കാരമുണ്ടായിരുന്നു, ഭാഷയുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. ഒരു ഹെലറ്റിന്റെ ജീവിതം ജനനം മുതൽ മരണം വരെ ദുരിതം നിറഞ്ഞതായിരുന്നു. അവർ രാഷ്ട്രത്തിന്റെ സ്വത്തായിരുന്നു. ഓരോ സ്പാർട്ടൻ പൗരനും ഭൂമി നൽകുമ്പോൾ ആ ഭൂമിയിൽ പണിയെടുക്കാൻ ഒരു ഹെലറ്റ് കുടുംബത്തെയും നൽകിയിരുന്നു. അവർ ആ മണ്ണിൽ കൃഷി ചെയ്യണം. ഗോതമ്പ്, ബാർലി, മുന്തിരി, ഒലിവ്. വിളവെടുക്കുമ്പോൾ അതിന്റെ പകുതിയോളം അല്ലെങ്കിൽ ഒരു നിശ്ചിത അളവ് അവർ തങ്ങളുടെ സ്പാർട്ടൻ യജമാനന് നൽകണം. ആ യജമാനനാണ് ആ ധാന്യം ഉപയോഗിച്ച് അവന്റെ സിസിറ്റിയ അഥവാ പൊതുഭക്ഷണാലയത്തിലെ ചിലവുകൾ വഹിക്കുന്നത്. ബാക്കിയുള്ളതുകൊണ്ട് ഹെലറ്റ് കുടുംബം ജീവിക്കണം. അവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു. അവർക്ക് മൃഗങ്ങളുടെ തൊലി കൊണ്ടു നിർമ്മിച്ച ഒരുതരം തൊപ്പി ധരിക്കണമായിരുന്നു. അതവരെ മറ്റു വിഭാഗങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ സഹായിച്ചു. അവർക്ക് സ്വന്തമായി ഭൂമി കൈവശം വയ്ക്കാൻ അവകാശമില്ലായിരുന്നു. അവരെ യജമാനന് വിൽക്കാനോ വാങ്ങാനോ കഴിഞ്ഞില്ല, കാരണം അവർ രാഷ്ട്രത്തിന്റെ സ്വത്തായിരുന്നു. പക്ഷേ യജമാനന് അവരെ ഇഷ്ടം പോലെ ശിക്ഷിക്കാമായിരുന്നു. എന്തിന്, കൊല്ലാൻ പോലും അവകാശമുണ്ടായിരുന്നു. സ്പാർട്ടന്മാർ ഹെലറ്റുകളെ നിരന്തരം അപമാനിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു. അവരുടെ ആത്മാഭിമാനം തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പൊതുവിരുന്നുകളിൽ ഹെലറ്റുകളെ നിർബന്ധിച്ച് അമിതമായി മദ്യം കുടിപ്പിക്കും. എന്നിട്ട് ലക്കുകെട്ട് അവർ കാണിക്കുന്ന കോപ്രായങ്ങൾ സ്പാർട്ടൻ യുവാക്കളെ കാണിക്കും. കണ്ടോ, ഇതാണ് മദ്യപാനത്തിന്റെ ഫലം, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ആകരുത് എന്നു പഠിപ്പിക്കാനായിരുന്നു ഇത്. അപമാനകരമായ പാട്ടുകൾ പാടാനും വിചിത്രമായ നൃത്തം ചെയ്യാനും അവരെ നിർബന്ധിക്കുമായിരുന്നു. ഓരോ വർഷവും സ്പാർട്ടയിലെ പുതിയ ഭരണാധികാരികളായ എഫോർസ് ഹെലറ്റുകൾക്കെതിരെ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിക്കുമായിരുന്നു. ഇത് നിയമപരമായി ഒരു ഹെലറ്റിനെ കൊല്ലുന്നത് ഒരു കുറ്റമല്ലാതാക്കി മാറ്റി. ഈയൊരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് അവരെ എപ്പോഴും ഭയത്തിന്റെ മുൾമളയിൽ നിർത്താനായിരുന്നു സ്പാർട്ടന്മാർ ശ്രമിച്ചത്. ഈ ക്രൂരതയുടെ ഏറ്റവും ഭീകരമായ രൂപമായിരുന്നു ക്രിപ്തിയ. അതൊരു രഹസ്യ പോലീസ് സേന പോലെയായിരുന്നു. അഗോഗെ പരിശീലനത്തിൽ ഏറ്റവും മിടുക്കരും ക്രൂരരുമായ യുവാക്കളെയാണ് ഇതിലേക്ക് തിരഞ്ഞെടുത്തിരുന്നത്. അവർക്കൊരു കഠാര മാത്രം നൽകി രാത്രിയുടെ മറവിൽ നാട്ടിൻപുറങ്ങളിലേക്ക് അയക്കും. അവർക്ക് ഭക്ഷണമോ വെള്ളമോ മറ്റു സഹായങ്ങളോ ഉണ്ടാകില്ല. അവർ അതിജീവിക്കണം. അവരുടെ പ്രധാന ജോലി ഹെലത്തുകളെ നിരീക്ഷിക്കുക, അവരെ ഭയപ്പെടുത്തുക എന്നതായിരുന്നു. ഈ യുവാക്കൾ പകൽ സമയത്ത് ഒഴിച്ചിരിക്കും. രാത്രിയാകുമ്പോൾ പുറത്തിറങ്ങും. അവർ റോഡുകളിലും വയലുകളിലും അലഞ്ഞു നടക്കും. ആരോഗ്യമുള്ള, ശക്തനായ അല്ലെങ്കിൽ ഒരു നേതാവാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഏതെങ്കിലും ഹെലറ്റിനെ കണ്ടാൽ അവർ അവനെ നിശബ്ദമായി പിന്തുടർന്ന് ആരും കാണാതെ കൊലപ്പെടുത്തും. ഇതൊരുതരം ഭീകരപ്രവർത്തനമായിരുന്നു. ഒരു കലാപത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഹെലറ്റുകൾക്ക് ഭയമുണ്ടാകണം. അതായിരുന്നു ക്രിപ്തിയയുടെ ലക്ഷ്യം. ഇതാ യുവ സ്പാർട്ടന്മാരെ മനുഷ്യജീവൻ ഒരു വിലയും കൽപ്പിക്കാത്ത കഠിനഹൃദയരായ യോദ്ധാക്കളാക്കി മാറ്റുന്ന പരിശീലനത്തിന്റെ ഭാഗം കൂടിയായിരുന്നു. ഇത്രയധികം ക്രൂരതകൾ സഹിച്ചിട്ടും ഹെലറ്റുകൾ പൂർണ്ണമായി മടങ്ങിയിരുന്നില്ല. അവരുടെ മനസ്സിൽ സ്വാതന്ത്ര്യത്തിനായുള്ള ദാഹം എപ്പോഴുമുണ്ടായിരുന്നു. പലതവണ അവർ സ്പാർട്ടന്മാർക്കെതിരെ കലാപം നടത്തി. ഏറ്റവും വലിയ കലാപം നടന്നത് BC 464 ഒരു വലിയ ഭൂകമ്പം സ്പാർട്ടയെ തകർത്തപ്പോഴാണ്. സ്പാർട്ടന്മാർ ദുർബലരായ ആ അവസരം മുതലെടുത്ത്
മെസ്സീനയിലെ ഹെലറ്റുകൾ ഒരു വലിയ ലഹളയ്ക്ക് തുടക്കമിട്ടു. ഏകദേശം 10 വർഷത്തോളം ആ യുദ്ധം നീണ്ടുനിന്നു. ഒടുവിൽ ഏഥൻസിന്റെ സഹായത്തോടെയാണ് സ്പാർട്ടയ്ക്ക് ആ കലാപം അടിച്ചമർത്താൻ കഴിഞ്ഞത്. ഈ സംഭവം സ്പാർട്ടന്മാരുടെ മനസ്സിൽ ഹെലറ്റുകളോടുള്ള ഭയം വർദ്ധിപ്പിച്ചു. അവർ തങ്ങളുടെ സൈനിക പരിശീലനം കൂടുതൽ കഠിനമാക്കി. ഹെലറ്റുകളെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാക്കി. സ്പാർട്ടൻ സമൂഹം മുഴുവൻ ഒരു വലിയ ജയിലിന്റെ വാർഡന്മാരെ പോലെയായി. അവരുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഈ അടിമ ജനതയെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന ചിന്തയിലായിരുന്നു. ഹെലറ്റുകളില്ലായിരുന്നെങ്കിൽ സ്പാർട്ട എന്ന നഗരം ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഹെലറ്റുകൾ കൃഷി ചെയ്തതുകൊണ്ടാണ് സ്പാർട്ടൻ പൗരന്മാർക്ക് മറ്റു ജോലികളൊന്നും ചെയ്യാതെ മുഴുവൻ സമയവും സൈനിക പരിശീലനത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞത്. സ്പാർട്ടയുടെ സൈനിക ശക്തിയുടെ സാമ്പത്തിക അടിത്തറ ഹെലറ്റുകളുടെ അടിമപ്പണിയായിരുന്നു. എന്നാൽ അതേ ഹെലറ്റുകൾ തന്നെ സ്പാർട്ടയുടെ ഏറ്റവും വലിയ ദൗർബല്യവുമായിരുന്നു. അവരുടെ നിരന്തരമായ ഭീഷണി സ്പാർട്ടൻ സമൂഹത്തെ കൂടുതൽ അടഞ്ഞതും മാറ്റങ്ങളെ ഭയക്കുന്നതും ക്രൂരവുമാക്കി മാറ്റി. ഒരു ഹെലറ്റിന്റെ ജീവിതം പ്രതീക്ഷകളില്ലാത്ത ഒന്നായിരുന്നു. അവൻ ജനിക്കുന്നതൊരടിമയായി, ജീവിക്കുന്നതൊരടിമയായി, മരിക്കുന്നതും ഒരടിമയായിട്ടാണ്. അവന്റെ അധ്വാനത്തിന്റെ ഫലം മറ്റൊരാൾ അനുഭവിക്കുന്നു. അവന്റെ ജീവന് ഒരു വിലയുമില്ല. എപ്പോൾ വേണമെങ്കിലും ഒരു കാരണവുമില്ലാതെ അവൻ കൊല്ലപ്പെട്ടേക്കാം. അവന്റെ ഒരേയൊരു കുറ്റം അവൻ തെറ്റായ സ്ഥലത്ത് തെറ്റായ സമയത്ത് ജനിച്ചുപോയി എന്നതാണ്. സ്പാർട്ടയുടെ വീരകഥകൾ പറയുമ്പോൾ, തെർമോപ്പിലയിലെ ധീരയോദ്ധാക്കളെക്കുറിച്ച് വാഴ്ത്തുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ അദൃശ്യരായ മനുഷ്യരുടെ കഥ മറന്നുപോകുന്നു. അവരുടെ ത്യാഗത്തിന്റെ, അവരുടെ കണ്ണുനീരിന്റെ അടിത്തറയിലാണ് സ്പാർട്ടൻ യോദ്ധാക്കളുടെ സ്മാരകങ്ങൾ പണിതുയർത്തിയത്. ആ ഉരുക്കു നഗരത്തിന്റെ നിഴലിൽ ലക്ഷക്കണക്കിന് ഹെലറ്റുകളുടെ നിശബ്ദമായ നിലവിളികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ചരിത്രം പലപ്പോഴും വിജയികളുടെ കഥയാണ് പറയുന്നത്. പക്ഷേ ആ വിജയത്തിനു പിന്നിലെ നിശബ്ദമായ വേദനകളും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒരു സ്പാർട്ടൻ യോദ്ധാവിന്റെ ലോകം അവന്റെ കയ്യിലെ കുന്തവും പരിചയും പോലെ ലളിതവും എന്നാൽ മാരകവുമായിരുന്നു. അവന്റെ ശക്തി അവന്റെ വ്യക്തിപരമായ കഴിവിൽ മാത്രമായിരുന്നില്ല, മറിച്ച് അവന്റെ കൂടെ നിൽക്കുന്ന മറ്റു യോദ്ധാക്കളിലുള്ള വിശ്വാസത്തിലും അവർ ഒരുമിച്ച് രൂപം കൊടുക്കുന്ന ആ ഉരുക്കു മതിലിലുമായിരുന്നു. ആ മതിലിന്റെ പേരായിരുന്നു ഫാലങ്സ്. പുരാതന ലോകത്തെ ഏറ്റവും ഭയപ്പെട്ട, ഏറ്റവും കാര്യക്ഷമമായ യുദ്ധതന്ത്രം. ഒരു സ്പാർട്ടൻ യോദ്ധാവ് അഥവാ ഹോപ്ലൈറ്റ് യുദ്ധക്കളത്തിലേക്ക് പോകുന്നത് ഭാരമേറിയ ആയുധങ്ങളുമായാണ്. അവന്റെ പ്രധാന ആയുധമാണ് ഡോറു എന്നറിയപ്പെടുന്ന 8 അടിയോളം നീളമുള്ള ഒരു കുന്തം. അവന്റെ വലതുകൈയിൽ അവനത് മുറുകെ പിടിക്കുന്നു. അവന്റെ അരയിൽ സിഫോസ് എന്നൊരു ചെറിയ ഇരുതല മൂർച്ചയുള്ള വാളുമുണ്ട്. കുന്തം നഷ്ടപ്പെട്ടാൽ അടുത്ത പോരാട്ടത്തിനുള്ള ആയുധമാണത്. എന്നാൽ അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം അവന്റെ പ്രതിരോധമാണ്. അവന്റെ തലയിൽ വെങ്കലം കൊണ്ട് നിർമ്മിച്ച മുഖം ഏതാണ്ട് പൂർണ്ണമായി മറയ്ക്കുന്ന ഒരു ഹെൽമെറ്റുണ്ട്. അതവനൊരു ഭയാനകമായ രൂപം നൽകുന്നു. അവന്റെ നെഞ്ചിൽ വെങ്കലം കൊണ്ട് തീർത്ത ഒരു കവചമുണ്ട്. കാലുകളിൽ കണങ്കാലുകൾ സംരക്ഷിക്കാനുള്ള കവചങ്ങളുണ്ട്. എന്നാൽ ഇവയെല്ലാറ്റിനുമുപരി ഒരു സ്പാർട്ടൻ യോദ്ധാവിന്റെ പ്രതീകം അവന്റെ ഇടതുകൈയിൽ പിടിക്കുന്ന ആ വലിയ വട്ടത്തിലുള്ള പരിചയാണ്. ഹൊപ്ലോൺ അല്ലെങ്കിൽ ആസ്പിസ് എന്ന് വിളിക്കപ്പെടുന്ന ആ പരിച. അത് മരം കൊണ്ട് നിർമ്മിച്ച് വെങ്കലം കൊണ്ട് പൊതിഞ്ഞതാണ്. അത് വളരെ വലുതും ഭാരമേറിയതുമാണ്. അത് അവനെ മാത്രമല്ല, അവന്റെ ഇടതുവശത്ത് നിൽക്കുന്ന സഹപ്രവർത്തകന്റെ വലതുവശത്തെ കൂടി സംരക്ഷിക്കുന്നു. ഇതാണ് ഫാലങ്സിന്റെ ഹൃദയം. അതൊരു വ്യക്തിഗത പ്രതിരോധമല്ല, അതൊരു കൂട്ടായ പ്രതിരോധമാണ്. യുദ്ധം തുടങ്ങുന്നതിനു മുൻപ് സ്പാർട്ടൻ സൈന്യം ഒരു പ്രത്യേക രീതിയിൽ അണിനിരക്കും. അവർ പല നിരകളായി തോളോട് തോള് ചേർന്ന് വളരെ അടുത്താണ് നിൽക്കുക. സാധാരണ 8 നിരകളുണ്ടാകും. മുന്നിലെ നിരയിലെ യോദ്ധാക്കൾ തങ്ങളുടെ പരിചകൾ ചേർത്തുപിടിച്ച് ഒരു വെങ്കല മതിൽ തന്നെ സൃഷ്ടിക്കും. അവരുടെ പരിചകൾക്കിടയിലൂടെ അവർ തങ്ങളുടെ നീണ്ട കുന്തങ്ങൾ ശത്രുക്കൾക്ക് നേരെ ചൂണ്ടി നിർത്തും. അവർക്ക് പിറകിലുള്ള നിരയിലെ യോദ്ധാക്കളും തങ്ങളുടെ കുന്തങ്ങൾ മുന്നോട്ട് നീട്ടിപ്പിടിച്ചു നിർത്തും. അതൊരു ഭീകരമായ കാഴ്ചയാണ്. മുന്നോട്ട് നീങ്ങുന്ന ഒരു മുള്ളൻ പന്നിയെപ്പോലെ, കുന്തങ്ങളുടെയും പരിചകളുടെയും ഒരു വനം. ഇതാണ് ഫാലങ്സ്. യുദ്ധം തുടങ്ങുമ്പോൾ
ഈ ഉരുക്കുമതിൽ വളരെ പതുക്കെ ഒരേ താളത്തിൽ മുന്നോട്ട് നീങ്ങും, ഒരു വലിയ ജീവിയെപ്പോലെ. അവർ ഒരുമിച്ച് ചുവടുകൾ വയ്ക്കും. കുഴലൂത്തിന്റെ ശബ്ദത്തിനൊത്ത് അവർ ഒരേ താളത്തിൽ മുന്നേറും. ആ കാഴ്ച ശത്രുക്കളുടെ മനസ്സിൽ ഭയം ജനിപ്പിക്കും. ആ മതിലിലേക്ക് ഇടിച്ചു കയറുക എന്നത് ആത്മഹത്യാപരമാണ്. ഫാലങ്സിന്റെ ശക്തി അതിന്റെ ഐക്യത്തിലാണ്. ഓരോ യോദ്ധാവും അവന്റെ സ്ഥാനത്ത് ഉറച്ചു നിൽക്കണം. അവൻ ഭയന്ന് പിന്നോട്ടു മാറിയാൽ ആ മതിലിൽ ഒരു വിള്ളലുണ്ടാകും. ആ വിള്ളലിലൂടെ ശത്രുക്കൾക്ക് അകത്തുകടക്കാൻ കഴിയും. അതോടെ ഫാലങ്സ് തകരും. അതുകൊണ്ടാണ് ഒരു സ്പാർട്ടൻ യോദ്ധാവിന് തന്റെ പരിച നഷ്ടപ്പെടുത്തുന്നത് ഏറ്റവും വലിയ അപമാനമായി കണക്കാക്കപ്പെട്ടിരുന്നത്. കുന്തമോ വാളോ ഹെൽമറ്റോ നഷ്ടപ്പെട്ടാൽ ക്ഷമിക്കാം, പക്ഷേ പരിച നഷ്ടപ്പെടുത്താൻ പാടില്ല. കാരണം മറ്റായുധങ്ങൾ അവനെ സംരക്ഷിക്കാനുള്ളതാണ്. എന്നാൽ പരിച അവനെയും അവന്റെ കൂടെയുള്ളവരെയും ആ സമൂഹത്തെ മുഴുവൻ സംരക്ഷിക്കാനുള്ളതാണ്. പരിച നഷ്ടപ്പെടുത്തി യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോകുന്നത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്റെ സഹപ്രവർത്തകരെ അപകടത്തിലാക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയുള്ളവരെ ഭീരുക്കളായി മുദ്രകുത്തും. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ 2 ഫാലങ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു. അതൊരു ഭയാനകമായ നിമിഷമാണ്. പരിചകൾ തമ്മിൽ ഇടിക്കുന്ന ശബ്ദം, കുന്തങ്ങൾ കവചങ്ങളിൽ തറയ്ക്കുന്ന ശബ്ദം, മനുഷ്യരുടെ അലർച്ചകൾ. മുന്നിലെ നിരയിലെ യോദ്ധാക്കൾക്ക് പരിക്കേൽക്കുകയോ അവർ വീണുപോവുകയോ ചെയ്താൽ പിന്നിലെ നിരയിലുള്ളവർ ഉടൻ തന്നെ ആ സ്ഥാനം ഏറ്റെടുക്കും. ആ മതിൽ എപ്പോഴും അതേപടി നിലനിർത്തണം. ഈ യുദ്ധമുറയിൽ വ്യക്തിഗതമായ വീരപ്രവർത്തികൾക്ക് വലിയ സ്ഥാനമില്ല. ഇവിടെ പ്രധാനം അച്ചടക്കവും ഒത്തൊരുമയുമാണ്. ഓരോ യോദ്ധാവും വലിയൊരു യന്ത്രത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ആ യന്ത്രം ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ ഓരോ ഭാഗവും അതിന്റെ ജോലി കൃത്യമായി ചെയ്യണം. ഇതിനാണ് അഗോഗയിൽ വർഷങ്ങളോളം അവരെ ഒരുമിച്ച് പരിശീലിപ്പിക്കുന്നത്. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് ഉറങ്ങുന്നു, ഒരുമിച്ച് പരിശീലിക്കുന്നു. അവരൊരു കുടുംബം പോലെയാണ്. യുദ്ധകളത്തിൽ അവർ തങ്ങളുടെ സഹോദരനു വേണ്ടിയാണ് പോരാടുന്നത്. സ്പാർട്ടൻ ഫാലങ്സ് അജേയമാണെന്ന് പുരാതന ലോകം വിശ്വസിച്ചു. നൂറ്റാണ്ടുകളോളം ഒരു സ്പാർട്ടൻ സൈന്യവും തുറന്ന യുദ്ധക്കളത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. അവരുടെ ചുവന്ന മേലങ്കിയും നീണ്ട മുടിയും ഭയാനകമായ ഹെൽമറ്റും പിന്നെ ആ നിശബ്ദമായ അച്ചടക്കത്തോടെയുള്ള മുന്നേറ്റവും ശത്രുക്കൾക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു. എന്നാൽ ഫാലങ്സിന് അതിൻ്റേതായ പരിമിതികളുണ്ടായിരുന്നു. അത് നിരപ്പായ തുറന്ന സ്ഥലങ്ങളിൽ മാത്രമേ കാര്യക്ഷമമായിരുന്നുള്ളൂ. കുന്നുകളിലോ മലനിരകളിലോ അതിന്റെ ഘടന നിലനിർത്താൻ പ്രയാസമായിരുന്നു. വലതുവശം എപ്പോഴും ഒരു ദുർബലമായ ഭാഗമായിരുന്നു. കാരണം വലതു കൈയിൽ കുന്തം പിടിച്ചിരിക്കുന്നതുകൊണ്ട് ആ ഭാഗത്ത് പരിചയയുടെ സംരക്ഷണം കുറവായിരുന്നു. കഴിവുറ്റൊരു സൈന്യാധിപന് ഈ ദൗർബല്യം മുതലെടുക്കാൻ കഴിഞ്ഞിരുന്നു. സ്പാർട്ടൻ യോദ്ധാക്കൾ യുദ്ധത്തെ ഒരു കലയായാണ് കണ്ടത്. അതൊരു ഭയാനകമായ കാര്യമാണ്, പക്ഷേ അത് മനോഹരമായി ചെയ്യണമെന്നവർ വിശ്വസിച്ചു. യുദ്ധത്തിന് പോകുന്നതിനു മുൻപ് അവർ തങ്ങളുടെ ശരീരം വൃത്തിയാക്കി, മുടി ചീകി ഒതുക്കി, മാലകൾ അണിയും. അവർ ദൈവങ്ങളോട് പ്രാർത്ഥിക്കും, ബലികൾ അർപ്പിക്കും. എന്നിട്ട് ശാന്തമായ മനസ്സോടെ അവർ മരണത്തെ നേരിടാൻ പോകും. ഒരു സ്പാർട്ടന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതി യുദ്ധക്കളത്തിൽ രാഷ്ട്രത്തിനു വേണ്ടി മരിക്കുന്നതായിരുന്നു. ഒരു യുദ്ധം കഴിഞ്ഞാൽ അവർ മരിച്ചുവീണ്ട തങ്ങളുടെ സഹപ്രവർത്തകരുടെ ശരീരങ്ങൾ ശേഖരിക്കും. അവരുടെ പരിചയിൽ കിടത്തി അവരെ തിരികെ സ്പാർട്ടയിലേക്ക് കൊണ്ടുപോകും. അവിടെ അവർക്ക് വീരോചിതമായ ഒരു സംസ്കാരം നൽകും. അവരുടെ ഓർമ്മ അടുത്ത തലമുറയിലെ യോദ്ധാക്കൾക്ക് ഒരു പ്രചോദനമായി മാറും. സ്പാർട്ടൻ ഫാലങ്സ് വെറുമൊരു യുദ്ധതന്ത്രമായിരുന്നില്ല. അത് സ്പാർട്ടൻ സമൂഹത്തിന്റെ തന്നെ ഒരു പ്രതിഫലനമായിരുന്നു. ഓരോ വ്യക്തിയും സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി സ്വന്തം താൽപ്പര്യങ്ങൾ ത്യജിക്കുന്നു. അച്ചടക്കം, ഐക്യം, ത്യാഗം, ഈ 3 തത്വങ്ങളിലാണ് ആ ഉരുക്കുമതിൽ പടുത്തുയർത്തിയത്. ആ മതിലാണ് നൂറ്റാണ്ടുകളോളം സ്പാർട്ടയെ ഗ്രീസിലെ ഏറ്റവും ശക്തമായ നഗരമാക്കി നിലനിർത്തിയത്. ആ മതിലിന്റെ നിഴലിലാണ് യോദ്ധാക്കളുടെ ആ നഗരം സുരക്ഷിതമായി ഉറങ്ങിയത്. ഒരു സൈനിക രാഷ്ട്രം എന്നതിലുപരി സ്പാർട്ട ഒരാശയമായിരുന്നു. ഒരു സമൂഹത്തിന്റെ മുഴുവൻ ഘടനയും അതിന്റെ നിയമങ്ങളും അതിന്റെ മൂല്യങ്ങളും ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരാശയം. ആ ലക്ഷ്യം അജേയമായ ഒരു സൈന്യത്തെ സൃഷ്ടിക്കുക എന്നതായിരുന്നു. ഈ ആശയം പ്രാവർത്തികമാക്കാൻ ലൈക്കുർഗസ് എന്ന നിയമദാതാവ് രൂപകൽപ്പന ചെയ്ത ഒരു ഭരണകൂടം സ്പാർട്ടയിൽ നിലനിന്നിരുന്നു. പുരാതന ലോകത്തിലെ മറ്റു ഭരണകൂടങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തവും വിചിത്രവുമായിരുന്നു അത്. സ്പാർട്ടയുടെ ഭരണ സംവിധാനം ഒരു പ്രത്യേക ചട്ടക്കൂടിനുള്ളിൽ ഒതുക്കാൻ പ്രയാസമായിരുന്നു.
അതിൽ രാജവാഴ്ചയുടെയും പ്രഭുവാഴ്ചയുടെയും ജനാധിപത്യത്തിന്റെയും അംശങ്ങൾ കലർന്നിരുന്നു. ഒരുതരം സങ്കര ഭരണകൂടം. ഈ സങ്കീർണമായ സംവിധാനത്തിന്റെ ഏറ്റവും മുകളിലായി സ്പാർട്ടയ്ക്ക് ഒരേ സമയം 2 രാജാക്കന്മാരുണ്ടായിരുന്നു. ഇതായിരുന്നു സ്പാർട്ടൻ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ 2 രാജാക്കന്മാരും 2 വ്യത്യസ്ത രാജകുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. അഗിയാഡ്, യൂറിപ്പോണ്ടീപ്. 2 കുടുംബങ്ങളും ഗ്രീക്ക് ഇതിഹാസത്തിലെ വീരനായകനായ ഹെർക്കുലസിന്റെ പിൻഗാമികളാണെന്ന് അവകാശപ്പെട്ടു. 2 രാജാക്കന്മാർക്കും തുല്യ അധികാരമായിരുന്നു. ഒരാൾക്ക് മറ്റൊരാളുടെ തീരുമാനത്തെ എതിർക്കാൻ കഴിയുമായിരുന്നു. ഇത് അധികാരം ഒരാളുടെ കയ്യിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് തടഞ്ഞു സഹായിച്ചു. പുരാതന കാലത്ത് രാജാക്കന്മാർക്ക് വലിയ അധികാരങ്ങളുണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ അവരുടെ അധികാരങ്ങൾ കുറഞ്ഞുവന്നു. അവർ സൈന്യാധിപന്മാരെന്ന നിലയിൽ മാത്രം ഒതുങ്ങി. യഥാർത്ഥ ഭരണം മറ്റു സമിതികളുടെ കയ്യിലായി. അതിലേറ്റവും പ്രധാനപ്പെട്ട സമിതിയായിരുന്നു ഗെറൂസിയ അഥവാ മുതിർന്നവരുടെ സഭ. ഇതൊരു പ്രഭുസഭ പോലെയായിരുന്നു. 2 രാജാക്കന്മാരും പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട 28 അംഗങ്ങളും അടങ്ങുന്നതായിരുന്നു ഈ സമിതി. ഈ 28 അംഗങ്ങൾക്കും 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ടാകണം. അവർ ജീവിതകാലം മുഴുവൻ ആ സ്ഥാനത്ത് തുടരും. സ്പാർട്ടൻ പൗരന്മാരുടെ പൊതുസഭയാണ് ഇവരെ തിരഞ്ഞെടുത്തത്. സാധാരണയായി സ്പാർട്ടയിലെ ഏറ്റവും പ്രമുഖവും സമ്പന്നവുമായ കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഈ അംഗങ്ങൾ. ഗെരൂസിയയ്ക്ക് വലിയ അധികാരങ്ങളുണ്ടായിരുന്നു. പുതിയ നിയമങ്ങൾ നിർദ്ദേശിക്കാനും പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങൾ ചർച്ച ചെയ്യാനും അവർക്ക് കഴിഞ്ഞു. അവർ ഒരു കോടതിയായും പ്രവർത്തിച്ചു. രാജാക്കന്മാരെ വിചാരണ ചെയ്യാൻ പോലും അവർക്ക് അധികാരമുണ്ടായിരുന്നു. ഒരു നിയമം പൊതുസഭയിൽ അവതരിപ്പിക്കുന്നതിനു മുൻപ് അത് ഗെറൂസിയ അംഗീകരിക്കണമായിരുന്നു. എന്നാൽ സ്പാർട്ടയിലെ യഥാർത്ഥ അധികാരം എഫോർസ് എന്നറിയപ്പെട്ടിരുന്ന 5 പേരടങ്ങുന്ന ഒരു സമിതിയുടെ കയ്യിലായിരുന്നു. മേൽനോട്ടക്കാർ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഓരോ വർഷവും പുതുസഭയാണ് ഇവരെ തെരഞ്ഞെടുത്തിരുന്നത്. ഒരാൾക്ക് ഒരിക്കൽ മാത്രമേ എഫോർ ആകാൻ കഴിയുമായിരുന്നുള്ളൂ. ഈ 5 പേർക്ക് സ്പാർട്ടയിലെ ഏത് കാര്യത്തിലും ഇടപെടാൻ അധികാരമുണ്ടായിരുന്നു. അവർ രാജാക്കന്മാരുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചു. രാജാക്കന്മാർ നിയമം ലംഘിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു. ആവശ്യമെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനും വിചാരണ ചെയ്യാനും എഫോർസിന് കഴിയുമായിരുന്നു. യുദ്ധത്തിന് പോകുന്ന രാജാവിന്റെ കൂടെ 2 എഫോർസ് എപ്പോഴുമുണ്ടാകും. രാജാവ് രാജ്യദ്രോഹപരമായ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനായിരുന്നു ഇത്. വിദേശനയത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും അവരുടെ കയ്യിലായിരുന്നു. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ദൂതന്മാരുമായി സംസാരിക്കുന്നതും സന്ധികൾ ഉണ്ടാക്കുന്നതും എഫോർട്സായിരുന്നു. അവർക്ക് ഗെരൂസിയയുടെ യോഗങ്ങളിൽ അധ്യക്ഷം വഹിക്കാൻ കഴിയുമായിരുന്നു. പൊതുസഭ വിളിച്ചുകൂട്ടാനും അവിടെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ തീരുമാനിക്കാനും അവർക്ക് അധികാരമുണ്ടായിരുന്നു. അവർ സ്പാർട്ടയിലെ പ്രധാന ന്യായാധിപന്മാരായിരുന്നു. പൗരന്മാർ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിച്ചിരുന്നത് അവരായിരുന്നു. ചുരുക്കത്തിൽ സ്പാർട്ടൻ ഭരണകൂടത്തിന്റെ ദൈനംദിന ഭരണം നടത്തിയിരുന്നത് ഈ 5 എഫോർട്സായിരുന്നു. സ്പാർട്ടൻ ഭരണകൂടത്തിന്റെ ജനാധിപത്യപരമായ മുഖം അപ്പെല്ല അഥവാ പൊതുസഭയായിരുന്നു. 30 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്പാർട്ടൻ പൗരന്മാർക്കും ഇതിൽ അംഗത്വമുണ്ടായിരുന്നു. മാസത്തിലൊരിക്കൽ അവർ യോഗം ചേരും. ഗെരൂസിയയും എഫോർസും മുന്നോട്ടുവെക്കുന്ന നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും വോട്ട് ചെയ്ത് പാസാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുക എന്നതായിരുന്നു അവരുടെ പ്രധാന ജോലി. എന്നാൽ ഈ വോട്ടിംഗ് രീതി വളരെ വിചിത്രമായിരുന്നു. അവർ കൈകൾ ഉയർത്തിയോ ബാലറ്റ് പേപ്പറിലോ അല്ല വോട്ട് ചെയ്തിരുന്നത്. അവർ ശബ്ദം കൊണ്ടാണ് വോട്ട് ചെയ്തിരുന്നത്. ഒരു നിർദ്ദേശം അവതരിപ്പിക്കുമ്പോൾ അതിനെ അനുകൂലിക്കുന്നവർ ഒരുമിച്ച് ആർത്തുവിളിക്കും. പിന്നീട് എതിർക്കുന്നവർ ആർത്തുവിളിക്കും. ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ഉച്ചത്തിലുള്ള ശബ്ദം വരുന്നത് എന്നൊരു പ്രത്യേക മുറിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ തീരുമാനിക്കും. അതനുസരിച്ച് ഫലം പ്രഖ്യാപിക്കും. ഈ രീതി അത്ര കൃത്യമായിരുന്നില്ല. മാത്രമല്ല, ബഹുമതിയുടെ അഭിപ്രായത്തേക്കാൾ ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്നവരുടെ അഭിപ്രായത്തിന് പ്രാധാന്യം ലഭിക്കാനും ഇത് കാരണമായി. അപ്പെല്ലയ്ക്ക് സ്വന്തമായൊരു നിയമം നിർദ്ദേശിക്കാനോ നിലവിലുള്ള നിയമത്തിൽ ഭേദഗതി വരുത്താനോ അധികാരമില്ലായിരുന്നു. അവർക്ക് ഗെരൂസിയ മുന്നോട്ടുവയ്ക്കുന്ന നിർദ്ദേശങ്ങളെ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. പൊതുസഭ ഒരു തെറ്റായ തീരുമാനമെടുത്താൽ ആ യോഗം പിരിച്ചുവിടാൻ പോലും ഗെരൂസിയയ്ക്കും എഫോർസിനും അധികാരമുണ്ടായിരുന്നു. അതിനാൽ സ്പാർട്ടയിലെ ജനാധിപത്യം വളരെ പരിമിതമായിരുന്നു. ഈ സങ്കീർണമായ ഭരണ സംവിധാനം ഒരുതരം ചെക്സ് ആൻഡ് ബാലൻസസ് ഉറപ്പുവരുത്തി. രാജാക്കന്മാർ, ഗെരൂസിയ, എഫോർസ്, അപ്പെല്ല, ഈ 4 ഘടകങ്ങളും പരസ്പരം അധികാരത്തെ നിയന്ത്രിച്ചു. അതുകൊണ്ട് സ്പാർട്ടയിൽ ഒരു സ്വേച്ഛാധിപതി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു.
ഈ ഭരണകൂടം നൂറ്റാണ്ടുകളോളം വലിയ മാറ്റങ്ങളില്ലാതെ നിലനിന്നു. അത് സ്പാർട്ടയ്ക്ക് ഒരു തരം സ്ഥിരത നൽകി. മറ്റു ഗ്രീക്ക് നഗരങ്ങളിൽ ഭരണകൂടങ്ങൾ അട്ടിമറിക്കപ്പെടുകയും സ്വേച്ഛാധിപതികൾ വരികയും ചെയ്യുകയും ചെയ്തപ്പോൾ സ്പാർട്ട മാത്രം ഒരു പാറ പോലെ ഉറച്ചുനിന്നു. എന്നാൽ ഈ സ്ഥിരതയ്ക്ക് വലിയൊരു വിലയുണ്ടായിരുന്നു. ഈ ഭരണകൂടം മാറ്റങ്ങളെ ഭയന്നു. പുതിയ ആശയങ്ങളെ അവർ സ്വാഗതം ചെയ്തില്ല. വ്യക്തിസ്വാതന്ത്ര്യത്തിന് അവിടെ സ്ഥാനമില്ലായിരുന്നു. രാഷ്ട്രത്തിന്റെ താൽപ്പര്യങ്ങൾക്ക് മുന്നിൽ വ്യക്തിയുടെ താൽപ്പര്യങ്ങളൊന്നുമല്ലായിരുന്നു. ഈ കർക്കശമായ മാറ്റമില്ലാത്ത സംവിധാനം ഒരു കാലത്ത് സ്പാർട്ടയുടെ ശക്തിയുടെ രഹസ്യമായിരുന്നു. എന്നാൽ കാലക്രമേണ അതുതന്നെ അവരുടെ ദൗർബല്യമായി മാറി. ലോകം മാറുമ്പോൾ മാറാൻ കഴിയാത്തവർ ചരിത്രത്തിൽ നിന്ന് പതിയെ അപ്രത്യക്ഷമാകും. സ്പാർട്ടയുടെ കാര്യത്തിലും സംഭവിച്ചത് അതുതന്നെയാണ്. പുരാതന ഗ്രീസിന്റെ ചരിത്രത്തിലെ ഒരു നിർണായകമായ അധ്യായമാണ് തെർമോപിലി യുദ്ധം. അതൊരു സാധാരണ യുദ്ധമായിരുന്നില്ല. അതൊരു പ്രതീകമായിരുന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി, സ്വന്തം നാടിനു വേണ്ടി ഒരു ചെറിയ സംഘം നടത്തിയ ആത്മത്യാഗത്തിന്റെ പ്രതീകം. ആ കഥയുടെ ഹൃദയത്തിൽ സ്പാർട്ടൻ ധൈര്യത്തിന്റെ ജ്വലിക്കുന്ന മുഖമുണ്ട്. ലിയോണിഡാസ് രാജാവും അദ്ദേഹത്തിന്റെ 300 യോദ്ധാക്കളും. ഈ കഥയുടെ പശ്ചാത്തലം മനസ്സിലാക്കാൻ നമ്മൾ BC 5-ാം നൂറ്റാണ്ടിലേക്ക് പോകണം. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം പേർഷ്യൻ സാമ്രാജ്യമായിരുന്നു. ഇന്നത്തെ ഇറാൻ മുതൽ ഈജിപ്റ്റ് വരെ, ഇന്ത്യയുടെ അതിർത്തികൾ വരെ വ്യാപിച്ചുകിടുന്ന ഒരു മഹാസാമ്രാജ്യം. അതിന്റെ ഭരണാധികാരി, രാജാക്കന്മാരുടെ രാജാവ് എന്ന് സ്വയം വിശേഷിപ്പിച്ച സെർക്സിസ് ഒന്നാമനായിരുന്നു. അവന്റെ അച്ഛനായ ഡാരിയസ് 10 വർഷങ്ങൾക്ക് മുൻപ് ഗ്രീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ മരാത്തൻ എന്ന സ്ഥലത്തുവെച്ച് ഏഥൻസിന്റെ സൈന്യം അവരെ പരാജയപ്പെടുത്തി. ആ അപമാനത്തിനു പകരം വീട്ടാനും ഗ്രീസിനെ മുഴുവൻ തന്റെ കാൽക്കീഴിലാക്കാനും വേണ്ടിയാണ് സെർക്സിസ് ഒരു ഭീമാകാരമായ സൈന്യവുമായി പുറപ്പെട്ടത്. ചരിത്രകാരനായ ഹെറോഡോട്ടസിന്റെ കണക്കനുസരിച്ച് ദശലക്ഷക്കണക്കിന് സൈനികർ ആ സൈന്യത്തിലുണ്ടായിരുന്നു. അതൊരു അതിശയോക്തിയാകാം. പക്ഷെ പുരാതന ലോകം അന്നുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയൊരു സൈന്യമായിരുന്നു അത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ സൈന്യം കരയിലൂടെയും അവരുടെ നാവികസേന കടലിലൂടെയും ഗ്രീസിലേക്ക് നീങ്ങി. പേർഷ്യൻ സൈന്യത്തിന്റെ വരവ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ വലിയ ഭീതി പരത്തി. പലരും പേടിച്ച് കീഴടങ്ങി. എന്നാൽ ഏഥൻസും സ്പാർട്ടയും മറ്റു ചില നഗരങ്ങളും ഒരുമിച്ചു നിന്ന് പേർഷ്യൻ ആക്രമണത്തെ ചെറുക്കാൻ തീരുമാനിച്ചു. അവരൊരു സഖ്യം രൂപീകരിച്ചു. ആ സഖ്യത്തിന്റെ സൈന്യത്തിന്റെ നേതൃത്വം ഗ്രീസിലെ ഏറ്റവും മികച്ച യോദ്ധാക്കളായ സ്പാർട്ടയ്ക്കായിരുന്നു. പേർഷ്യൻ സൈന്യം വടക്കുനിന്ന് തെക്കോട്ടു വരികയാണ്. അവരെ എവിടെ വെച്ച് തടയണം എന്നതായിരുന്നു പ്രധാന ചോദ്യം. അവരൊരു സ്ഥലം തിരഞ്ഞെടുത്തു: തെർമോപിലി. അതൊരു ഇടുങ്ങിയ വഴിയായിരുന്നു. ഒരു വശത്ത് കടൽ, മറുവശത്ത് കുത്തനെയുള്ള മലനിരകൾ. ആ ഇടുങ്ങിയ വഴിയിലൂടെ മാത്രമേ പേർഷ്യൻ സൈന്യത്തിന് തെക്കൻ ഗ്രീസിലേക്ക് കടക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അവിടെ വെച്ച് പേർഷ്യൻ സൈന്യത്തിന്റെ എണ്ണക്കൂടുതൽ ഒരു പ്രശ്നമാകില്ലെന്ന് ഗ്രീക്കുകാർ കണക്കുകൂട്ടി. ഒരു ചെറിയ സൈന്യത്തിന് ഒരു വലിയ സൈന്യത്തെ അവിടെ തടഞ്ഞു നിർത്താൻ കഴിയും. ഈ ദൗത്യത്തിന് നേതൃത്വം നൽകാൻ തിരഞ്ഞെടുത്തത് സ്പാർട്ടയിലെ 2 രാജാക്കന്മാരിൽ ഒരാളായ ലിയോണിഡാസിനെയാണ്. അദ്ദേഹം തന്റെ കൂടെ 300 സ്പാർട്ടൻ യോദ്ധാക്കളെയും കൂട്ടി. എന്തുകൊണ്ടാണ് വെറും 300 പേർ? കാരണം ആ സമയത്ത് സ്പാർട്ടയിൽ കാർണിയ എന്ന ഒരു പ്രധാനപ്പെട്ട മതപരമായ ഉത്സവം നടക്കുകയായിരുന്നു. ആ ഉത്സവ സമയത്ത് യുദ്ധം ചെയ്യുന്നത് നിഷിദ്ധമായിരുന്നു. ഉത്സവം കഴിഞ്ഞിട്ട് പ്രധാന സൈന്യത്തെ അയക്കാം എന്നായിരുന്നു തീരുമാനം. അതുവരെ പേർഷ്യൻ സൈന്യത്തെ തടഞ്ഞു നിർത്തുക എന്നതായിരുന്നു ലിയോണിഡാസിന്റെയും സംഘത്തിന്റെയും ജോലി. ലിയോണിഡാസും 300 സ്പാർട്ടന്മാരും തെർമോപിലിയിലേക്ക് യാത്രയായി. വഴിയിൽ മറ്റു ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ നിന്നുള്ള സൈനികരും അവരോടൊപ്പം ചേർന്നു. തീബ്സിൽ നിന്നും കൊറിന്തിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുമായി ഏകദേശം 7000-ഓളം പേരടങ്ങുന്ന ഒരു ചെറിയ സൈന്യം രൂപീകരിച്ചു. അവർ തെർമോപിലിയിലെ ആ ഇടുങ്ങിയ വഴിയിൽ ഒരു ചെറിയ മതിൽ കെട്ടി പേർഷ്യൻ സൈന്യത്തെ കാത്തിരുന്നു. സെർക്സിസും അവന്റെ ഭീമാകാരമായ സൈന്യവും അവിടെയെത്തി. ആ ചെറിയ ഗ്രീക്ക് സൈന്യത്തെ കണ്ട് അവൻ പുച്ഛത്തോടെ ചിരിച്ചു. അവൻ 4 ദിവസം കാത്തിരുന്നു. ഗ്രീക്കുകാർ ഭയന്ന് ഓടിപ്പോകുമെന്നവൻ കരുതി. എന്നാൽ അവർ അവിടെ തന്നെ ഉറച്ചുനിന്നു. 5-ാമത്തെ ദിവസം സെർക്സിസ് തന്റെ സൈന്യത്തോട് ആക്രമിക്കാൻ ഉത്തരവിട്ടു. യുദ്ധം തുടങ്ങി. പേർഷ്യൻ സൈന്യം തിരമാലകൾ പോലെ ഗ്രീക്ക് സൈന്യത്തിന് നേരെ പാഞ്ഞെടുത്തു.
എന്നാൽ ആ ഇടുങ്ങിയ വഴിയിൽ അവരുടെ എണ്ണ കൂടുതൽ ഒരു പ്രയോജനവും ചെയ്തില്ല. സ്പാർട്ടൻ ഫാലങ്സിന്റെ ഉരുക്കുമതിലിൽ തട്ടി അവർ ചിതറിപ്പോയി. ഗ്രീക്കുകാരുടെ നീണ്ട കുന്തങ്ങൾക്കു മുന്നിൽ പേർഷ്യക്കാരുടെ ചെറിയ കുന്തങ്ങളും വാളുകളും ഫലപ്രദമായിരുന്നില്ല. സ്പാർട്ടന്മാരുടെ കനത്ത കവചം പേർഷ്യൻ അമ്പുകളിൽ നിന്ന് അവരെ സംരക്ഷിച്ചു. ദിവസം മുഴുവൻ യുദ്ധം നീണ്ടുനിന്നു. പേർഷ്യക്കാർക്ക് വലിയ ആൾനാശമുണ്ടായി. അവർ തങ്ങളുടെ ഏറ്റവും മികച്ച സൈനിക വിഭാഗമായ ഇമ്മോർട്ടൽസ് അഥവാ അമരന്മാരെ അയച്ചു. 10,000 പേരടങ്ങുന്ന ആ എസ്രീട്ട് സേനയ്ക്കും സ്പാർട്ടൻ മതിലിനെ തകർക്കാൻ കഴിഞ്ഞില്ല. ഏതോ ചില സമയങ്ങളിൽ ഗ്രീക്കുകാർ തളർന്നുവെന്ന് അഭിനയിച്ച് മനഃപൂർവ്വം പിന്നോട്ടു മാറും. പേർഷ്യക്കാർ ആവേശത്തോടെ മുന്നോട്ടു വരുമ്പോൾ അവർ പെട്ടെന്ന് തിരിഞ്ഞുനിന്ന് അവരെ ആക്രമിക്കും. ലിയോണിഡാസിന്റെ യുദ്ധതന്ത്രങ്ങൾക്ക് മുന്നിൽ പേർഷ്യക്കാർ അമ്പരന്നുപോയി. 2 ദിവസം ആ ചെറിയ ഗ്രീക്ക് സൈന്യം ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യത്തെ തടഞ്ഞു നിർത്തി. സെർക്സിസ് നിരാശനായി. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് എഫിയാൾട്ടസ് എന്ന ഒരു ഗ്രീക്കുകാരൻ അവനെ സമീപിച്ചത്. പണത്തിനുവേണ്ടി അവൻ തന്റെ സ്വന്തം നാടിനെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറായി. അവൻ സെർക്സിസിന് ഒരു രഹസ്യ വഴി കാണിച്ചു കൊടുത്തു. മലനിരകൾക്കിടയിലൂടെ ഗ്രീക്ക് സൈന്യത്തിന്റെ പിന്നിലെത്താൻ കഴിയുന്ന ഒരു ആട്ടിടയൻ പാത. സെർക്സിസ് ഉടനെ തന്നെ തന്റെ ഇമ്മോർട്ടൽസിനെ ആ വഴിയിലൂടെ അയച്ചു. ആ പാതയ്ക്ക് കാവലുണ്ടായിരുന്ന ചെറിയ ഗ്രീക്ക് സൈന്യത്തെ അവർ പരാജയപ്പെടുത്തി. പിറ്റേന്ന് മറിഞ്ഞായർ തങ്ങൾ വളയപ്പെട്ടുവെന്ന് ലിയോണിഡാസിന് മനസ്സിലായി. ഇനി പിടിച്ചു നിൽക്കുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹം മറ്റു ഗ്രീക്ക് സൈന്യങ്ങളോടെല്ലാം രക്ഷപ്പെടാൻ പറഞ്ഞു. നിങ്ങൾ പോയി അടുത്ത യുദ്ധത്തിന് തയ്യാറെടുക്കുക. ഞങ്ങൾ ഇവിടെ നിന്ന് പേർഷ്യക്കാരെ കഴിയുന്നത്ര നേരം തടഞ്ഞു നിർത്താം. മിക്ക ഗ്രീക്ക് സൈന്യങ്ങളും പിൻവാങ്ങി. എന്നാൽ ലിയോണിഡാസും അദ്ദേഹത്തിന്റെ 300 സ്പാർട്ടന്മാരും പിന്നെ തീബ്സിൽ നിന്നുള്ള ചില സൈനികരും തെസ്പിയയിൽ നിന്നുള്ള 700 പേരുമാണ് അവിടെ തന്നെ നിന്നു. അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. ഒരു സ്പാർട്ടൻ യോദ്ധാവ് ഒരിക്കലും യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടില്ല. അതായിരുന്നു അവരുടെ നിയമം. അവർ തങ്ങളുടെ അവസാന പോരാട്ടത്തിന് തയ്യാറെടുത്തു. 3-ാമത്തെ ദിവസം പേർഷ്യൻ സൈന്യം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും അവരെ ആക്രമിച്ചു. അതൊരു യുദ്ധമായിരുന്നില്ല, അതൊരു കൂട്ടക്കൊലയായിരുന്നു. എങ്കിലും സ്പാർട്ടന്മാർ അവസാന ശ്വാസത്തോടെ പോരാടി. അവരുടെ കുന്തങ്ങൾ ഒടിഞ്ഞുപോയപ്പോൾ അവർ വാളെടുത്തു പോരാടി. വാളുകൾ നഷ്ടപ്പെട്ടപ്പോൾ അവർ കൈകൊണ്ടും പല്ലുകൊണ്ടും പോരാടി. ലിയോണിഡാസ് യുദ്ധത്തിന്റെ മുൻനിരയിൽ തന്നെ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശരീരത്തിനു വേണ്ടി ഇരുവിഭാഗം തമ്മിൽ കനത്ത പോരാട്ടം നടന്നു. ഒടുവിൽ ആ ചെറിയ ഗ്രീക്ക് സൈന്യത്തിലെ അവസാനത്തെ ആളും മരിച്ചു വീണു. തെർമോപിലിയിൽ സ്പാർട്ടന്മാർ പരാജയപ്പെട്ടു. പക്ഷേ അതൊരു വിജയത്തേക്കാൾ വലിയ പരാജയമായിരുന്നു. അവരുടെ ത്യാഗം ഗ്രീക്ക് ലോകത്തിന് പ്രചോദനമായി. അത് ഗ്രീക്കുകാർക്ക് ഒരുമിച്ച് നിൽക്കാനും പോരാടാനുമുള്ള സമയം നൽകി. പിന്നീട് നടന്ന സലാമിസും പ്ലാറ്റിയയും തുടങ്ങിയ യുദ്ധങ്ങളിൽ ഗ്രീക്കുകാർ പേർഷ്യക്കാരെ പരാജയപ്പെടുത്തി തങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിച്ചു. യുദ്ധത്തിനു ശേഷം തെർമോപിലിയിൽ ഒരു സ്മാരകം പണിതു. അതിലിങ്ങനെ എഴുതിവെച്ചു: അപരിചിത, നീ സ്പാർട്ടയിൽ പോയി പറയുക, ഞങ്ങൾ അവരുടെ നിയമങ്ങൾ അനുസരിച്ച് ഇവിടെ കിടക്കുന്നുവെന്ന്. ആ വാക്കുകൾ ലിയോണിഡാസിന്റെയും 300 യോദ്ധാക്കളുടെയും ത്യാഗത്തിന്റെ, അച്ചടക്കത്തിന്റെ, ധൈര്യത്തിന്റെ ഒരു നിത്യസ്മാരകമായി ഇന്നും നിലനിൽക്കുന്നു. ഒരു യോദ്ധാവ് എങ്ങനെയായിരിക്കണമെന്നതിന് ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ ഉദാഹരണമായി അവരുടെ കഥ ഇന്നും ലോകമെമ്പാടും പറയപ്പെടുന്നു. തെർമോപിലിയിലെ ത്യാഗം സ്പാർട്ടയുടെ ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമാണ്. എന്നാൽ ഓരോ സൂര്യോദയത്തിനും ഒരു അസ്തമയമുണ്ട്. സ്പാർട്ട എന്ന ഉരുക്കുനഗരവും കാലത്തിന്റെ കുത്തൊഴുക്കിൽ പതിയെ ദുർബലമായി. അതിന്റെ പതനം പെട്ടെന്നുണ്ടായ ഒന്നായിരുന്നില്ല. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു പ്രക്രിയയുടെ ഫലമായിരുന്നു അത്. ആ പതനത്തിന്റെ വിത്തുകൾ സ്പാർട്ടയുടെ ശക്തിയുടെ രഹസ്യങ്ങളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. സ്പാർട്ടയുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ സൈനികമായ ഐക്യവും അച്ചടക്കവുമായിരുന്നു. എന്നാൽ അവരുടെ ഏറ്റവും വലിയ ദൗർബല്യം അവരുടെ അടഞ്ഞ സമൂഹവും മാറ്റങ്ങളോടുള്ള ഭയവുമായിരുന്നു. ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ സ്പാർട്ട മാത്രം പഴയ നിയമങ്ങളിലും ആചാരങ്ങളിലും മുറുകെ പിടിച്ചു. പതനത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് സ്പാർട്ടൻ പൗരന്മാരുടെ എണ്ണത്തിൽ വന്ന ഭീമമായ കുറവായിരുന്നു. ഒരു യഥാർത്ഥ സ്പാർട്ടിയേറ്റ് ആകണമെങ്കിൽ മാതാപിതാക്കൾ 2 പേരും സ്പാർട്ടൻ പൗരന്മാരായിരിക്കണം. അഗോഗെ പരിശീലനം പൂർത്തിയാക്കണം. പിന്നെ സിസിടിഎയിലെ അംഗത്വത്തിനാവശ്യമായ സാമ്പത്തിക ശേഷി വേണം. ഈ നിബന്ധനകൾ വളരെ കർശനമായിരുന്നു. നിരന്തരമായ യുദ്ധങ്ങൾ കാരണം ഒരുപാട് സ്പാർട്ടൻ പുരുഷന്മാർ യുദ്ധക്കളത്തിൽ മരിച്ചു വീണു.
ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ആരോഗ്യമില്ലാത്തവരെ ഉപേക്ഷിക്കുന്ന രീതിയും ജനസംഖ്യ കുറച്ചു. അതോടൊപ്പം സ്പാർട്ടയിലെ സമ്പത്ത് കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രം കേന്ദ്രീകരിക്കാൻ തുടങ്ങി. ഭൂമിയുടെ ഉടമസ്ഥാവകാശം പ്രധാനമായും സ്ത്രീകളുടെ കയ്യിലായി. ചില കുടുംബങ്ങൾ കൂടുതൽ സമ്പന്നരാവുകയും മറ്റു ചിലർ ദരിദ്രരാവുകയും ചെയ്തു. ദരിദ്രരായവർക്ക് സിസിറ്റിയയിലെ അംഗത്വത്തിനാവശ്യമായ വിഹിതം നൽകാൻ കഴിയാതെ വന്നു. അതോടെ അവർക്ക് പൗരത്വം നഷ്ടപ്പെട്ടു. ഇങ്ങനെ പൂർണ്ണ പൗരന്മാരായ സ്പാർട്ടിയേറ്റുകളുടെ എണ്ണം അപകടകരമായ രീതിയിൽ കുറഞ്ഞുവന്നു. ഒരു കാലത്ത് 10,000-ഓളം ഉണ്ടായിരുന്ന സ്പാർട്ടൻ സൈന്യം പിന്നീട് 1000-ൽ താഴെയായി ചുരുങ്ങി. ഈ ജനസംഖ്യാ ശോഷണം സ്പാർട്ടയുടെ സൈനിക ശക്തിയെ കാര്യമായി ബാധിച്ചു. രണ്ടാമത്തെ കാരണം ഹെലറ്റുകളുടെ നിരന്തരമായ ഭീഷണിയായിരുന്നു. സ്പാർട്ടൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ല് ഹെലറ്റുകളായിരുന്നു. എന്നാൽ അവരെപ്പോഴും ഒരു കലാപത്തിന് തയ്യാറായിരുന്നു. അതുകൊണ്ട് സ്പാർട്ടൻ സൈന്യത്തിന് എപ്പോഴും സ്വന്തം രാജ്യത്ത് തന്നെ ശ്രദ്ധിക്കാൻ കേന്ദ്രീകരിക്കേണ്ടി വന്നു. മറ്റു ഗ്രീക്ക് നഗരങ്ങളെപ്പോലെ ദൂരദേശങ്ങളിൽ പോയി യുദ്ധം ചെയ്യാനോ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. ഹെലറ്റുകളെ നിയന്ത്രിക്കുക എന്ന ഒറ്റ കാര്യത്തിൽ അവരുടെ ഊർജം മുഴുവൻ പാഴായിപ്പോയി. സ്പാർട്ടയുടെ യാഥാർത്ഥിക മനോഭാവവും അവരുടെ പതനത്തിന് കാരണമായി. അവർ പുതിയ ആശയങ്ങളെ ഭയന്നു. കല, സാഹിത്യം, തത്വചിന്ത എന്നിവയെല്ലാം അവർ അപകടകരമായി കണ്ടു. വ്യക്തിപരമായ ചിന്തകൾ രാഷ്ട്രത്തിന്റെ ഐക്യത്തെ തകർക്കുമെന്ന് അവർ വിശ്വസിച്ചു. മറ്റു ഗ്രീക്കു നഗരങ്ങൾ ചിന്തയുടെയും കലയുടെയും പുതിയ മേഖലകളിലേക്ക് മുന്നേറിയപ്പോൾ സ്പാർട്ട മാത്രം പഴയ ലോകത്തിൽ ജീവിച്ചു. അവരുടെ സൈനിക തന്ത്രങ്ങൾ പോലും കാലഹരണമാകാൻ തുടങ്ങി. ഫാലങ്സ് എന്ന യുദ്ധതന്ത്രം ഒരു കാലത്ത് അജയ്യമായിരുന്നു. എന്നാൽ മറ്റു നഗരങ്ങൾ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചപ്പോൾ സ്പാർട്ട മാറ്റമില്ലാതെ തുടർന്നു. ഈ പതനത്തിന്റെ തുടക്കം കുറിച്ചത് പെലോപ്പോണീഷ്യൻ യുദ്ധത്തിലെ വിജയത്തിന് ശേഷമാണ്. എഥൻസിനെ പരാജയപ്പെടുത്തി സ്പാർട്ട ഗ്രീക്ക് ലോകത്തിന്റെ അധിപനായി. അതോടെ സ്പാർട്ടയിലേക്ക് പുറം ലോകത്തുനിന്ന് സമ്പത്തും ആഡംബരവും പുതിയ ആശയങ്ങളും ഒഴുകിയെത്താൻ തുടങ്ങി. അതുവരെ പണത്തെ വെറുത്ത ലളിതമായ ജീവിതം നയിച്ചിരുന്ന സ്പാർട്ടന്മാർ പതിയെ ആഡംബരത്തിന് അടിമകളാകാൻ തുടങ്ങി. അഴിമതിയും വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങളും വർദ്ധിച്ചു. ലൈക്കൂർഗസ് സ്ഥാപിച്ച ആ പഴയ അച്ചടക്കവും സമത്വവും പതിയെ ഇല്ലാതായി. ഈ ദൗർബല്യങ്ങൾക്കിടയിലാണ് സ്പാർട്ടയ്ക്ക് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത്. BC 381-ൽ ല്യൂക്ട്ര എന്ന സ്ഥലത്തുവെച്ച് തീബ്സ് എന്ന നഗരരാഷ്ട്രവുമായി ഒരു യുദ്ധമുണ്ടായി. തീബ്സിന്റെ സേനാധിപൻ എപ്പാമിനോന്ധാസ് ഒരു പ്രതിഭാശാലിയായ തന്ത്രജ്ഞനായിരുന്നു. അവൻ സ്പാർട്ടൻ ഫാലങ്സിന്റെ ദൗർബല്യം മനസ്സിലാക്കി. അവൻ തന്റെ സൈന്യത്തെ പുതിയ രീതിയിൽ വിന്യസിച്ചു. തന്റെ സൈന്യത്തിന്റെ ഇടതുവശത്ത് സാധാരണയിലും കൂടുതൽ ആഴത്തിൽ 50 നിരകളായി സൈനികരെ നിർത്തി. സ്പാർട്ടൻ ഫാലങ്സിന്റെ ദുർബലമായ വലതുവശത്തേക്ക് അവൻ ആഞ്ഞടിച്ചു. ആ ആക്രമണത്തിൽ സ്പാർട്ടൻ നിര തകർന്നുപോയി. അവരുടെ രാജാവ് ക്ലിയോംബ്രോട്ടസ് ഉൾപ്പെടെ നിരവധി സ്പാർട്ടൻ യോദ്ധാക്കൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. നൂറ്റാണ്ടുകളായി ഒരു യുദ്ധക്കളത്തിലും പരാജയമറിയാതിരുന്ന സ്പാർട്ടൻ സൈന്യം ആദ്യമായി പരാജയപ്പെട്ടു. അതൊരു സൈനിക പരാജയം മാത്രമായിരുന്നില്ല, അതൊരു മാനസികമായ ആഘാതമായിരുന്നു. സ്പാർട്ട അജയ്യരല്ലെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ലൂക്ട്രയിലെ പരാജയത്തിന് ശേഷം സ്പാർട്ടയുടെ പതനം വേഗത്തിലായി. എപ്പാമിനോന്ധാസ് സ്പാർട്ടയുടെ ഹൃദയഭൂമിയായ ലക്കോണിയയിലേക്ക് സൈന്യത്തെ നയിച്ചു. അവൻ മെസ്സിനിയയിലെ ഹെലറ്റുകളെ മോചിപ്പിച്ചു. അവർ സ്വന്തമായി ഒരു പുതിയ നഗരം സ്ഥാപിച്ചു. അതോടെ സ്പാർട്ടയുടെ സാമ്പത്തിക അടിത്തറ തകർന്നു. അവരുടെ കൃഷിഭൂമിയുടെ പകുതിയും അവരുടെ അടിമകളുടെ ബഹുഭൂരിപക്ഷവും നഷ്ടപ്പെട്ടു. അതിനുശേഷവും സ്പാർട്ട ഒരു സ്വതന്ത്ര നഗരമായി കുറെ കാലം കൂടി നിലനിന്നു. എന്നാൽ അവർക്ക് തങ്ങളുടെ പഴയ പ്രതാപം ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അവർ ഗ്രീസിലെ ഒരു ചെറിയ ശക്തി മാത്രമായി ഒതുങ്ങി. പിന്നീട് ഫിലിപ്പ് രണ്ടാമന്റെയും മഹാനായ അലക്സാണ്ടറുടെയും കാലത്ത് അവർ മാസിഡോണിയൻ ആധിപത്യത്തിന് കീഴിലായി. ഒടുവിൽ മറ്റ് ഗ്രീക്ക് നഗരങ്ങളെപ്പോലെ അവരും റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. റോമൻ കാലഘട്ടത്തിൽ സ്പാർട്ട ഒരുതരം ടൂറിസ്റ്റ് കേന്ദ്രം പോലെയായി മാറി. പഴയ സ്പാർട്ടൻ ജീവിതരീതിയുടെ ഒരുതരം നാടകീയമായ പുനരാവിഷ്കാരം കാണാൻ റോമൻ സഞ്ചാരികൾ അവിടെ വരുമായിരുന്നു. സ്പാർട്ടയുടെ കഥ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അച്ചടക്കവും ഐക്യവും ഒരു സമൂഹത്തിന് ശക്തി നൽകും. എന്നാൽ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ പുറംലോകത്തേക്ക് വാതിലുകൾ അടച്ചാൽ ഏതു വലിയ ശക്തിയും കാലക്രമേണ ക്ഷയിച്ചുപോകും. ഒരു കാലത്ത് ഗ്രീക്ക് ലോകത്തെ വിറപ്പിച്ച ആ യോദ്ധാക്കളുടെ നഗരം ഇന്ന് ചരിത്രത്തിന്റെ താളുകളിൽ ഒരു ഇതിഹാസമായി, ഒരു പാഠമായി ശാന്തമായി ഉറങ്ങുന്നു.
ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. സ്പാർട്ടയുടെ കഥ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അച്ചടക്കത്തിനും രാഷ്ട്രത്തിനും വേണ്ടി ഒരു സമൂഹം എത്രത്തോളം ത്യാഗം സഹിച്ചു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ. അവരുടെ ലോകം പരുക്കനായിരുന്നു, അവരുടെ നിയമങ്ങൾ കഠിനമായിരുന്നു. പക്ഷേ അവരുടെ ധൈര്യവും ആത്മസമർപ്പണവും ചരിത്രത്തിൽ മായാതെ നിൽക്കുന്നു. ആ യോദ്ധാക്കളുടെ ലോകത്തുനിന്ന് നമുക്ക് തിരികെ വരാം. ആ യുദ്ധങ്ങളുടെ ആരവങ്ങൾ, സ്തിഹാർണ, ആ പർവ്വതങ്ങളുടെ നിശബ്ദത നിങ്ങളുടെ മനസ്സിലേക്കും പടരട്ടെ. ചിന്തകളെല്ലാം അകന്ന് സുഖമായ, ഗാഠമായ ഒരു നിദ്രയിലേക്ക് നിങ്ങൾ വഴുതി വീഴട്ടെ. നല്ലൊരു രാത്രി നേരുന്നു. ശുഭരാത്രി.